السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സമാധാന യോഗാധ്യക്ഷൻ പ്രിയ സുഹൃത്ത് നൗഷാദ് ചിറ്റപ്പള്ളി, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായി നിർവഹിച്ച പ്രിയങ്കരനായ ജലീൽ സഖാഫി, അഭിനന്ദനായ സയ്യിദ് അവർകൾ, നമ്മുടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച പ്രിയങ്കരനായ ഉസ്താദ് ടി അബൂബക്കർ ദാരിമി, ബഹുമാന്യനായ സാദിഖ് ഫൈസി ഉൾപ്പെടെ അലി ഫൈസി ഉൾപ്പെടെയുള്ള അഭിമന്യരായ പണ്ഡിത മഹത്തുക്കള്, നല്ലവരായ സമസ്ത കേരള ജമിയത്തുലമയുടെയും പോഷകടങ്ങളുടെയും കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, സംശയങ്ങൾ തീർക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഇതര പ്രസ്ഥാനത്തിൽപ്പെട്ടുപോയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ നല്ലൊരു ലക്ഷ്യത്തോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട സമസ്ത ആദർശ മുഖാമുഖത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ ചോദിക്കാൻ ആടെത്തിയത് കൊണ്ട് തന്നെ ഇനി ഒരു വിഷയാവതരണത്തിനോ പ്രസംഗത്തിനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമുണ്ട്. സാധാരണ ഇപ്പോൾ എവിടെ പോയാലും ചോദിക്കാൻ ആരും വരാറില്ല. ഒരുപാട് സ്ഥലങ്ങളിലായി ഇപ്പോൾ ഞങ്ങൾ മുഖാമുഖം നടത്തുന്നു, ആരും വരാറില്ല. ഇന്നൊരാളെ കണ്ടതിൽ വലിയ ഒരു സന്തോഷത്തോടുകൂടെയാണ് ഞാൻ എണീറ്റ് നിൽക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നന്മയുടെ കൂടെ നിൽക്കാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, സത്യം ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് ചോദിക്കാൻ വന്ന സുഹൃത്തിനെ സർവാത്മന ആദ്യമായി സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്ലാസ് റൂമിലൂടെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സംരംഭം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം, എവിടെ പരിപാടി നടന്നാലും മുഖാമുഖം നടന്നാലും ആരും ചോദിക്കാൻ വരാതെ അവരൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ പാവങ്ങളായിട്ടിരിക്കലാണ്. അവരിങ്ങനെ എപ്പോഴും ഈ ക്ലാസ് റൂം തുറന്നിരിക്കാൻ ആരെങ്കിലും ചോദിക്കുന്നത് കേൾക്കട്ടെ, അതിന് മറുപടി ഒന്ന് കേൾക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഈ സംരംഭത്തെ വീക്ഷിക്കാറുള്ളത്. അൽഹംദുലില്ലാഹ്, വന്നതിൽ സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തി ചോദിക്കാൻ അവസരം കൊടുക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറയാം. ഒന്ന്, ഇവിടെ ചോദിക്കാനുള്ള അവസരം, എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഭൗത്തന്മാരാരും ദേഷ്യപ്പെടുകയും ചെയ്യരുത്, വേദനിക്കുകയും ചെയ്യരുത്. ചോദിക്കാനുള്ള അവസരം തികച്ചും വിധേയ കക്ഷികൾക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എസ്കേസിന്റെ പ്രവർത്തകന്മാർക്ക് ചോദിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. നിങ്ങൾക്കാർക്കും വിഷമമൊന്നുമില്ലല്ലേ? ഇല്ല. കാരണം എന്തൊരു സമയം പൂർണ്ണമായിട്ട് അവർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. മുഴുവൻ സമയം അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. കാരണം നമ്മുടെ പ്രവർത്തകന്മാർ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറഞ്ഞ് നീണ്ടുപോയാൽ ഒരുപക്ഷെ സമയം കഴിഞ്ഞാൽ നാളെ പറയും അതൊരു നാടകീയ മുഖാമുഖമായിരുന്നു, അത് അവരാദ്യം ഫോണിലൂടെ ആരിലെത്തിയിട്ടുണ്ട്, ഇന്നത് ഞങ്ങൾ ചോദിക്കട്ടോ, പിന്നെ മറുപടി പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞൊരു നാടകീയ മുഖാമുഖമായി മാറും. അപ്പൊ അത് വേണ്ട. ചോദിക്കുന്ന ആളുകൾ നിർബന്ധമായിക്കൊണ്ടും വിധേയ കക്ഷികൾപ്പെട്ടവർ തന്നെ ആയിരിക്കണം. വരുന്ന ആളുകൾ, ചോദിക്കുന്ന ആളുകൾ ആദ്യം എണീറ്റ് നിന്ന് പേര് പറയണം, സ്ഥലം പറയണം, ഏത് പ്രസ്ഥാനത്തിലാണെങ്കിൽ അത് പറയണം. എന്തിനാ പറയുന്നത്? ഒന്നും അവരെ വേദനിപ്പിക്കാനല്ല. ഒരു മറുപടി പറയുമ്പോൾ വലിയ പ്രയാസം ഞങ്ങൾക്ക് എന്തറിയോ? പ്രയാസം എന്ന് പറഞ്ഞാൽ മറുപടി പ്രയാസമല്ല, നമ്മൾ എന്തേലും പറഞ്ഞാൽ പറയും അത് ഞങ്ങൾക്ക് ബാധകമല്ല, അത് മറ്റേ മുജാഹിദാണ് അറിയും. അങ്ങനെയാണ്. ഉള്ള പടച്ച റബ്ബേ, ഇന്നത്തെ എന്താ നിങ്ങൾ ഒരു വിഷയത്തിൽ എത്ര കൗലാറിയോ? പണ്ട് നമ്മളെ കുറിച്ച് ചോദിച്ചിരുന്നു 4 മദ്ഹബിൽ ഏതാ സ്വർഗത്തേക്ക് പോകുക, ഇന്ന് 8 ഗ്രൂപ്പാ, അതിൽ തന്നെ ഉപഗ്രൂപ്പും. അത് ജുന്നൂരി കിസ്മാനിയ, അങ്ങനെയാണ്, പല ഗ്രൂപ്പുകളാണ്. പണ്ടൊക്കെ നമ്മൾ മദ്രസയിലും ദർസറൊക്കെ പഠിക്കുമ്പോൾ ഫീൽ അർബഅത്തൻവാ, ഫീൽ 4 വിധമുണ്ട്. അദ്വാ മാലി, ഒന്ന് മാലിയാണ്, വൽ മാലി കിസ്മാനി എന്ന് പറയും പോലെയാണ്. ഇപ്പോ മുജാഹിദ് ഗ്രൂപ്പ് തന്നെ 8 ആണെങ്കിൽ അതിലൊന്ന് ജിന്ന് തന്നെ കിസ്മാനിയാണ്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് പറയുമ്പോഴും ആലോചിച്ച് പറയാം. ഒരു മന്ത്രത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിക്കാൻ പറ്റുമോ? മുജാഹിദ് പലരും പല കാഴ്ചപ്പാടാണ്. കണ്ണേറുണ്ടോ ചോദിച്ചാൽ എല്ലാ മുജാഹിദും ഒരു കാഴ്ചപ്പാടല്ല. ഒരു മുജാഹിദ് പറയുന്നു അങ്ങനെ സാധനേ ഇല്ല, കുറെ ഭാഗം പറഞ്ഞു കണ്ണേറേ ഉള്ളൂ ആകെ, അവർക്ക് കാണുന്നൊക്കെ കണ്ണേറ. ജിന്നുണ്ടോ വെച്ചാൽ ഒരു ഭാഗം ജിന്നോ, അത് പ്ലേഗ്, ബാക്ടീരിയ, കൊതുക്, മൺതരി ഒരു ടീം. മറ്റൊരു പടച്ചോനെ കാണുന്നൊക്കെ ജിന്ന് കറുത്ത പൂച്ച പോയ ജിന്നാണ്, വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ജിന്നാണ്, ആകെ ജിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ആൾ നിർബന്ധമായും ഏത് പ്രസ്ഥാനത്തിലാണെന്നും അതോടൊപ്പം ഏത് പ്രസ്ഥാനത്തിന്റെ ഏത് വിഭാഗത്തിലാണെന്ന് പറഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. അതൊരു യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അത് പറഞ്ഞിരിക്കണം. മറ്റൊന്ന്, ഇവിടെ സദസ്സ് പരിഗണിച്ചുകൊണ്ട് തന്നെ മാന്യമായ ശൈലിയിലെ ചോദ്യമായിരിക്കണം. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശൈലിയോ ഒച്ചപ്പാടുണ്ടാക്കുന്ന അവരും നമ്മൾ മാന്യമായ രീതിയിലായിരിക്കും പ്രതികരിക്കുക. സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ചോദിക്കും. അല്ല ചോദിക്കാവുന്നവർ മുൻഗണനയ്ക്ക് ഞങ്ങൾ മയ്യത്തായിട്ട് ഇവിടെ കിടക്കുന്നില്ല.
അല്ല, അങ്ങനെ ആരും വിചാരിച്ചു പോരൊന്നും വേണ്ട. ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള സംശയങ്ങൾ തീരാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഇത് സത്യം ബോധ്യപ്പെടാനുള്ള, സത്യം മനസ്സിലാക്കാനുള്ള നല്ലൊരു സന്ദർഭമായി കണ്ടുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കണമെന്ന് വളരെ സ്നേഹത്തോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ചോദിക്കുന്ന സമയത്ത് ചോദ്യകർത്താക്കൾ പ്രയാസമുണ്ടാകുന്ന ഒരു നിലക്കുള്ള പ്രതികരണവും സദസ്സിന്റെ ഭാഗത്തുണ്ടാവരുത്. ചോദിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത്. എന്തെന്നെ ആയാലും ശരി, ചോദ്യകർത്താവ് എത്ര പ്രകോപിതനായാലും എന്തെന്നെ ആയാലും ശരി, സദസ്സ് ഒരിക്കലും ഇടപെടരുത്. അത് നമ്മുടെ ഇവിടുത്തെ എസ്കെസിന്റെ പ്രവർത്തകന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ല, സദസ്സ് ഒരിക്കലും ഇനി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വെക്കുക, എന്നാലും ശരി, എന്തെല്ലാം ആയാലും ശരി, സദസ്സായിരിക്കുന്നോടത്ത് ഇരിക്കാന്നല്ലാതെ ഒരു കാരണവശാലും ചോദ്യകർത്താക്കളെ വേദനിപ്പിക്കുന്ന ഒരു നിലക്കുള്ള പ്രവർത്തനം നമ്മൾ സദസ്സിന്റെ ഭാഗത്ത്, ഇത് എസ്കെസിന്റെ സദസ്സാണ്, സമസ്തയുടെ സദസ്സാണ്, അച്ചടക്കമുള്ളവരായിരിക്കണം നമ്മൾ. അവർ വന്ന് ചോദിക്കണം, നമ്മുടെ ആഗ്രഹമാണ്. എന്തിന്? ആ പ്രസ്ഥാനത്തെ തകർക്കലല്ല നമ്മുടെ ലക്ഷ്യം. ആ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ പാവങ്ങളായ കുറെ ആളുകളുണ്ട്, അവരെ രക്ഷിക്കണം നമ്മുടെ ലക്ഷ്യം. ആ പാവങ്ങളെ രക്ഷിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ രക്ഷിക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെ പ്രയാസം നേരിടുണ്ടെന്നാലും അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് മൗലിദാഘോഷം. അത് മാത്രം ചോദിക്കാമെന്നല്ലോ കേട്ടോ, എന്ന് ചോദിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. മൗലിദാഘോഷം ഇപ്പോൾ കേരളത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കാണെന്നാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. മൗലൂദ് എന്ന് പറയുന്നത് മഹാനായ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ജന്മദിനാഘോഷം അത് ഷിർക്കാണെന്ന് പറയുന്നത്. ചോദ്യകർത്താക്കളൊക്കെ ചോദിക്കുമ്പോൾ അത് പറയണം, ഞങ്ങൾക്ക് ആ ഷിർക്കാണെന്ന് വാദം ഉണ്ടോ ഇല്ലേ, അത് പറയണം. അതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. കാരണം ഇത് വ്യക്തമാവണം. ഞങ്ങളെ മുമ്പിൽ എത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാം. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഞങ്ങളെ മുന്നിൽ എത്തുമ്പോ വ്യവസ്ഥക്കരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഷിർക്കാണെന്ന് വാദമല്ല, പിന്നെയോ അല്ല ഹറാം അല്ല, പിന്നെ അതിപ്പോ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കാല്ലേ, അതൊന്നും പറ്റൂല. എന്താണ് ആ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? അത് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യമായിരിക്കണം ചോദിക്കേണ്ടത്. അള്ളാഹു നല്ലത് ചോദിക്കാനും നല്ലത് മനസ്സിലാക്കാനും സത്യത്തിനോട് ഉറച്ചു നിൽക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, സദസ്സ് തെറ്റിദ്ധരിച്ചു പോയവർക്ക് തെറ്റിദ്ധാരണ തിരുത്താനുള്ള നല്ലൊരു സദസ്സാക്കി ഞങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ ഖൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, സംരംഭത്തിന് വേണ്ടി സഹായിച്ച ഒട്ടേറെ ആളുകൾ, ഒരുപാട് ആളുകൾ ഈ സംരംഭത്തിനോട് പ്രിയങ്കനായ ചുറ്റുപിന്റെ ഉഷാദിനോട് പറഞ്ഞു, നല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരൊക്കെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറമംഗലത്തുള്ള സഹോദരൻ, നമ്മുടെ എസ്കെസിൽ സജീവ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രയാസകരമായ ചില രോഗങ്ങളുണ്ട്, ഷിഫയാകാൻ വേണ്ടി ഈ സദസ്സിലേക്ക് വലിയൊരു തുക തന്നെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹു, അദ്ദേഹത്തിന്റെ എല്ലാവിധ വിഷമങ്ങളും നീ പരിഹരിക്കണേ റബ്ബേ. ഭാര്യയുടെ അസുഖം നീ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നല്ലൊരു സദസ്സിനാണ്, നല്ലൊരു സംരംഭത്തിനാണ് അദ്ദേഹം സഹായിച്ചിരിക്കുന്നത്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന് ശിഫ നൽകണേ റഹ്മാനെ. ആരൊക്കെ ഇതിനുവേണ്ടി സഹായിച്ചു എല്ലാവരും നീ സഹായിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സഹോദരൻ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത മറ്റു സഹോദരൻ, വലിയ പ്രയാസമാണ്, അദ്ദേഹം വരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വിഷമമുള്ള ഒട്ടേറെ ആളുകൾ, അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾക്ക് നീ പരിഹരിക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾക്ക് നീ പരിഹരിക്കണേ റബ്ബേ. രോഗങ്ങൾക്ക് നീ ശിഫയാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണം ഹൈറാകുന്ന സമയത്ത് കാമിലായ ഒന്നുകൂടെയും ഈമാനോടുകൂടിയും വെള്ളിയാഴ്ച രാവിലോ പകലിലോ പുണ്യമായ സ്ഥലത്ത് സമയത്ത് ഒരുക്കുന്ന സ്വാലിഹ്യങ്ങളിൽ സാധുക്കളായി ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി വേറെ ആരും ചോദിക്കണ്ടില്ല, അവർക്ക് വന്നിരിക്കാട്ടോ. ഒരുപാട് കസാരകളുണ്ട്. ഒരാളതിന് ചോദ്യം തുടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് ചോദ്യർത്താൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സൽമാൻ. ഞാൻ ഇവിടെ പാൽത്തിങ്ങൽ സ്വദേശി സുന്നി പ്രവർത്തകനാണ്. അപ്പോൾ നിങ്ങളുടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, സുന്നി പ്രവർത്തകന്മാർക്ക് ചോദിക്കാനുള്ള അവസരമില്ല. അങ്ങനെയല്ല ഉസ്താദ്, ഇവിടെ ആദർശ വിശദീകരണം എന്നാണ്, അല്ലാതെ മൗലിദാഘോഷത്തിനെ പറ്റി ഇവിടെ മുജാഹിദ് ടീം വെച്ചു. അല്ല, സുന്നി പ്രവർത്തനം ചോദിച്ചാല് എസ്കെസിന്റെ പ്രവർത്തകനാണോ? അല്ല, SSF-ന്റെ പ്രവർത്തന. SSF-ന്റെ പ്രവർത്തകനാണ്. എന്നാലും മതി. അപ്പോ ഇവിടെ കുറച്ചു മുമ്പ് മുജാഹിദ് ടീം മുഖാമുഖം വെച്ചു. നബിദിനം അനിസ്ലാമികം തന്നെ എന്ന് പറഞ്ഞ് ഒരു വിഷയമായിട്ട്. പിന്നെ AP സമസ്ത ഒരു മുഖാമുഖം വെച്ചു, ഇസ്ലാമികം തന്നെ, നബിദിനം ഇസ്ലാമികം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ SKSSF-ന്റെ ഒരു മുഖാമുഖം വന്നപ്പോൾ അതിൽ
സമസ്ത ആദർശ വിശദീകരണ മുഖാമുഖം എന്നാണ്. ഞാൻ ഇവിടെ ഒരു മഗ്‌രിബ് നിസ്കരിച്ച് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ആമുഖത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാം ഞാൻ കേട്ടത് നബിദിനത്തിനെ പറ്റിയുള്ള ഒരു മുഖാമുഖം മാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ വിഷയം വെച്ചത് ആദർശ വിശദീകരണ മുഖാമുഖം എന്നുമാണ്. ഞാൻ നബിദിനത്തിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാൻ, നിങ്ങൾ ഇതിനെപ്പറ്റി നബിദിനത്തിനെ പറ്റിയാണ് നിങ്ങൾ വിശദീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നബിദിനത്തിനെ പറ്റി അനിസ്ലാമികമായിട്ട് ഒന്നും ചോദിക്കാൻ ഇല്ല. അതല്ല ആദർശ വിശദീകരണ മുഖാമുഖമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി കുറച്ച് ചോദിക്കാനുണ്ട്. ഉസ്താദ് ഇതിനൊന്ന് വിശദീകരിക്കണം. ഞങ്ങള് ഈ ആദർശം വെക്കാനുള്ള കാരണം എന്താ അറിയോ? ചിലർക്ക് ഒരു നബിദിനം വെക്കാനേ ഇപ്പൊ കഴിയുള്ളൂ. കേരളത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചും അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ആദർശ മുഖാമുഖം നടത്താൻ കഴിയുന്ന ഏക പ്രസ്ഥാനം അത് SKSS മാത്രമാണ്. ചിലർക്ക് വേറെ പറയുമ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രയാസം വരും. അതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ വെക്കുന്നത്. ഞങ്ങൾക്കതില്ല. നിങ്ങൾ ഏതും ചോദിച്ചോളൂ. അപ്പോ എന്താണ് സംവരണം? ഇസ്ലാമിൽ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു. സംവരണം മനസ്സിലായില്ലേ? ഇപ്പോ സംവരണം 50-50 ആണ്. നമ്മുടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നു 50-50. അപ്പൊ എന്താണ് സംവരണം? ഒന്ന് ഉസ്താദ് വിശദീകരിക്കണം. അല്ല, എന്താ ഈ ആദർശം എന്ന് പറഞ്ഞാല്? ആദർശം നടന്ന ഈ ആദർശത്തിൽപ്പെട്ട സംവരണം അല്ല, ഇപ്പൊ ആദർശം നടന്നാ ആദർശത്തിൽപ്പെട്ട സംവരണം അല്ലല്ല, സംവരണം പറഞ്ഞ ഈ ആദർശം നടന്ന ആദർശം എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ ടീമിനായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പക്ഷെ നിങ്ങളുടെ ഇന്നത്തെ നിലപാട് നിങ്ങളുടെ നിലപാട് ഇന്നത്തെ നിലപാട് അങ്ങനെയല്ല. അതാണ് പറഞ്ഞത്. മൈക്കൊടുക്ക്. ഇവിടെ ആദർശ സമ്മേളനമാണ് അറിഞ്ഞു. ആദർശം എന്താന്ന് എനിക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ ഇൻഷാല്ല സംവരണം ഞങ്ങൾ പറഞ്ഞുതരാം. മനസ്സിലായോ? ഈക്കിസ്ത എന്താ പറഞ്ഞ് ഞങ്ങൾക്കറിയാം. ഈക്കിസ്ത പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്താണുള്ളത്. അതൊക്കെ ഞങ്ങൾ ഓരോന്ന് അടിവരിട്ട് പറഞ്ഞുതരാം. ആദർശപരമായിട്ടെല്ലാം ചോദിക്കണ്ടോ? ഇപ്പോ ഏതായാലും AP സംസ്ഥാനല്ലോ, AP സംസ്ഥാനക്കാർ പറയുന്നു മുത്തുനബിക്ക് നേലുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം ചോദിക്കണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള മുഅ്ജിസത്ത് മുത്തുനബിയുടെ വഫാത്തോടുള്ള മുറിഞ്ഞു എന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം ഇല്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വല്ലതും ചോദിക്കണ്ടോ? അങ്ങനെയുള്ള ആദർശം അതാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ എന്തു ചോദിക്കാൻ കഴിയും? അത് കഴിയാത്തോണ്ടപ്പോ സംവരണം. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇനി അത് കഴിഞ്ഞ് മെട്രോ പറഞ്ഞ നിങ്ങൾക്ക് എന്താണെന്നറിയോ? കൊച്ചിയിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഷംസുൽ പറഞ്ഞിട്ടുണ്ട് മെട്രോ. അതൊന്നല്ല സഹോദര. ഇതൊക്കെ ഏത് ബുദ്ധിയുള്ള ആൾക്കറിയും എന്താണ് ആദർശം, എന്താണ് വിഷയം. അതിനെക്കുറിച്ച് വല്ലതും ചോദിക്കാണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ ഇവിടെ മുജാഹിദ് സുഹൃത്തുക്കൾ ചോദിക്കാൻ വന്നിട്ടുണ്ട്, അവർക്ക് ചോദിക്കാൻ മൈക്ക് കൊടുക്കുക. അല്ല വെറുതെ ഈ പരിപാടി കലക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് പറയുന്നത് മാന്യമായിട്ട് നിലപാട് സ്വീകരിച്ച് ആദർശമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നമ്മൾ എന്തൊക്കെ തർക്കമുണ്ട് ഇപ്പോ. പടച്ച റബ്ബേ, എന്തൊക്കെ വിഷയങ്ങളുണ്ട്. മുടിയക്കല്ലേ, പൊടിയില്ലേ, ചട്ടില്ലേ, പാത്രല്ലേ, എന്താ മുണ്ടാത്ത ഇപ്പൊ ഒരു സംവരണം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ സ്ഥാൻ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതാണോ? ഞാൻ പഠിക്കാൻ വന്ന ആളാണ്, നിങ്ങൾ ഇവിടെ പഠിപ്പിക്കാൻ വന്ന ആളുമാണ്. അപ്പൊ സംവരണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ സംവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് ഉസ്താദ് എനിക്ക് വിശദീകരിച്ച് തരണം. ഞാൻ പഠിക്കണ്ടേ? ഞാൻ വിദ്യാർത്ഥിയാണ്. അതിനെ മോനെ ഞാൻ ആദ്യം പറഞ്ഞെന്തറിയോ? ഇത് മുൻകർ നിക്കലും ഞങ്ങൾ മയ്യത്തല്ലാന്ന്. ആദ്യം ഞാൻ പറഞ്ഞിട്ട് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ വരുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് തിരിച്ചു ഞങ്ങൾ ചോദിക്കും. ചില ഘട്ടങ്ങളിൽ ചോദിക്കേണ്ടി വരും. അത് ഞങ്ങൾ ചോദിച്ചു എന്താണ് ആദർശം എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയാൻ കഴിയാത്ത കാലത്തോളം സംവരണം ചോദിക്കണ്ട. അല്ലെങ്കിൽ മെട്രോ ചോദിച്ചോ, എന്തൊക്കെ ചോദിക്കാണ്ട് ഇവിടെ. അതിനെ പോയി പരിപാടി വെച്ചിട്ടുള്ളത്. ഇവിടെ വിഷയധാരണം കേട്ടു പറഞ്ഞു, നബിദിനാഘോഷത്തെ കുറിച്ചാണ് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനില്ല.
റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് നിങ്ങളും നമ്മുടെ തർക്കത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടിപ്പോ? കേരള മുസ്ലിമീങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നപ്പോ ഓൺലൈനിലൂടെയൊക്കെ എത്ര ഏപ്പിക്കാരെ കാത്തിരിക്കുന്നത്. ഒരു ഏപ്പിക്കാരൻ ചോദിക്കാൻ വന്നു, അൽഹംദുലില്ലാ ഞങ്ങൾ പ്രവർത്തനം വന്നല്ലോ, ഇതാ എസ്കേസിന്റെ പ്രവർത്തകന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട്, നേതാക്കന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട് മുടിയെക്കുറിച്ച് ചോദിക്കുമല്ലോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏപ്പിക്കാർ ക്ലാസ് റൂമിൽ. ഒന്ന് ചോദിക്കു സുഹൃത്തെ, ആ നേല് മുടിക്ക് നേരില്ല, അവിടേക്കുണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ചോദിച്ചു നോക്കുന്ന. ഈ ആദർശ വിശദീകരണത്തിൽ പെട്ടതാണോ സംവരണം? ആദർശ വിശദീകരണത്തിൽ പെട്ടതാണോ സംവരണം? സംവരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇപ്പോൾ 50-50 ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആദർശ വിശദീകരണത്തിൽ പെട്ടതാണോ സംവരണം? ഒന്ന് വിശദീകരിച്ച് തരണം, എനിക്കൊന്ന് മനസ്സിലാക്കണ്ടേ. എന്താണ് ഈ സുഹൃത്ത്, ഒരു നല്ല നീയത്തോടെ വന്നൂടെ? അള്ളാന്റെ ദീനല്ലേ ഇതൊക്കെ, നല്ല ദീയത്തിൽ വന്നൂടെ? എന്തൊക്കെ ചോദിക്കാണ്ട്? നിങ്ങൾ ആരും വെച്ച് നിലപെടരുത്. അതൊക്കെ നമ്മൾ സഹിക്കണം. കാരണം ദീന് രക്ഷിക്കാനല്ലേ നമ്മൾ എന്താ ചെയ്യില്ലാതെ സഹിക്കല്ലാതെ ഇങ്ങനത്തെ കുറെ എണ്ണത്തിന് സഹിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. ചിരിച്ച് സഹിക്കല്ലാതെ എന്ത് ചെയ്യും? കാരണം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നേരിടണമല്ലോ നമ്മള്. ഈ സദസ് എല്ലാവർക്കും വരല്ലേ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ എല്ലാവർക്കും വരല്ലേ ഇവിടെ സംവരണവും പഞ്ചായത്ത് രാജ് ഒന്നുമല്ലേ ചർച്ച ചെയ്യുന്നത്? അല്ലേ ഇപ്പൊ മുമ്പ് ചോദിക്കാണേ, ഗവർണർ നയപ്രഖ്യാപനം നടത്തി. എന്താണ് നയപ്രഖ്യാപനം? ഓഹോ, കാലികമായ വിഷയമാണ് ചോദിക്കുന്നത്. സംശയമാണ്, കാലികമാണ്. കാരണം ഇന്നലെ ഗവർണർ നയപ്രഖ്യാപനം നടത്തിയില്ലേ? എന്തിനാണ് ഗവർണർ പ്രതിപക്ഷത്തോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? കാലികമാണല്ലോ. വളരെ കാലികമാണ്. എന്തിനാണ് പ്രതിപക്ഷം രാജിവെക്കണം പറഞ്ഞത്? കാലികമല്ലേ? വളരെ കാലികമാണ്. ആദർശമല്ലേ? ആദർശമാണ്. സഹോദര, ഇതൊക്കെ അല്പം ബുദ്ധിയുള്ള ആർക്കും അറിയില്ലേ? അതാണെങ്കിലും ചോദിക്കണ്ട, നിർത്തിക്കളാം. നിർത്തിക്കളാം. അടുത്ത കൊടുക്കും. അതല്ലാത്ത ചോദിക്കണം. ആദർശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയും. അതറിയും ചോദിക്കണ്ടോ? അപ്പൊ ഉസ്താദ് സംവരണം ഞാൻ എന്താണെന്നറിയില്ല, അത് പോട്ടെ. ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ സമസ്തയിൽപ്പെട്ട നാസർ കൂടത്തായി സംവരണം എന്ന സീറ്റിൽ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ഉസ്താദിന് എന്താണ് വിശദീകരിക്കാനുള്ളത്? ചോദ്യം മനസ്സിലായില്ല. സംവരണമല്ല, ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്, ദീനിന്റെ മുസ്ലിങ്ങളായ ഉമ്മത്തിന്റെ കാര്യമാണ്. സംവരണ സീറ്റിൽ സ്ത്രീകൾക്ക് മത്സരിക്കാം, അല്ലാത്തതിൽ മത്സരിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ലേ? ഇപ്പോൾ സംവരണം അല്ലാത്ത ചോദിക്കല്ല, അതല്ലാത്തവരോട് ചോദിക്കുക. ആദർശമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സംവരണത്തിലല്ലാതെ മത്സരിക്കുന്ന സമസ്തന്റെ മൂല്യം എന്താ പറഞ്ഞേക്ക് ഞങ്ങൾക്ക് അറിയ സുഹൃത്തെ. അതിന് നല്ല ഇവിടെ വന്നിട്ടുള്ളത് ആ വിഷയത്തിൽ ഇവിടെ ചർച്ച എന്ന് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? നിങ്ങളെ ലക്ഷ്യം ഇത് കേൾക്കുന്ന ആർക്കും അറിയാം സഹോദര, ഇത് കലക്കലാണ്. കാരണം എന്താ അറിയോ, വല്ല മുജാഹിദും ചോദിച്ച് ഇവിടെ മറുപടി നല്ലവർക്ക് പറഞ്ഞാല് നിങ്ങൾക്ക് നേരത്തെ പറ്റിയ പിടവക്കുണ്ടല്ലോ, അതിവിടെ ഇല്ലാതാവും അല്ലേ? അതാണ് പോകും. അതിനാണ് മുജാഹിദൊന്നും ചോദിക്കരുത്, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊളാക്കിപ്പെടണം. സഹോദര മാറിപ്പോ, അടുത്ത ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം ഒരു സൗഹൃദത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഒരു അറബി അധ്യാപകനായിട്ട് പിരിഞ്ഞ ആളാണ്. ഫറൂഖ് കോളേജിലായിരുന്നു. ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ്. ഈ വാദഗതികൾ കേൾക്കുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോ എന്റെ അറിവ് പ്രകാരം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നതൊക്കെ എന്റെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ആശയക്കാരനാണ് ഞാൻ. എല്ലാവരുടെയും കൂടെയുണ്ട്. ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു പണ്ഡിതൻ മരിച്ചുപോയ കുറ്റ്യാടിക്കാരൻ, ഞാൻ കുറ്റ്യാടിക്കാരനാണ്, പാലേരി കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന ഒരു മഹാ വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഞാൻ ഏറ്റവും ആദരിക്കുന്നത്. അപ്പൊ ഞാൻ ആരോട് വിദ്വേഷമല്ല, സൗഹൃദത്തിന് വേണ്ടിയാണ്. സൗഹൃദത്തോടുകൂടി മറുപടി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചോദ്യമല്ല 4 ചോദ്യമുണ്ട്. സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാവരും ഓരോരുത്തരുടെ വിശ്വാസം അവർ തുടരട്ടെ എന്നുള്ള ആശയത്തോടുകൂടി
ഉണ്ടായിരിക്കണമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ 1 ഖുർആൻ, 2 ഹദീസ്, 3 ഇജ്മാ. അതായത് ഇജ്മാ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലല്ല മുൻ കാലഘട്ടങ്ങളിലുള്ള പണ്ഡിതന്മാർ കൂട്ടായി തീരുമാനിച്ച തീരുമാനം. 4മത്തത് ഖിയാസ്, അതായത് നബിയുടെ കാലത്തും മറ്റും ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി അതുപോലെ തന്നെയാണോ ഈ ഇപ്പം നടക്കുന്നത് എന്ന് താരതമ്യപ്പെടുത്തുക. ഇതിനും പുറമെ പിന്നെ ഇജ്തിഹാദ്, ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയുള്ള ശരിയായ പഠനം നടത്തിയിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തീരുമാനമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇടക്കാലത്ത് ഏതെങ്കിലും ഗ്രന്ഥശാലയിൽ നിന്ന് എഴുതി വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ കിതാബ് ഖാനയിൽ പോയിട്ട് കിട്ടുന്ന കിതാബുകളിലോ അല്ലെങ്കിൽ പുസ്തകശാലയിൽ പോയിട്ട് കിട്ടുന്ന പുസ്തകത്തിലോ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളാണെന്ന് ഈ അറിവില്ലാത്ത ഞാൻ വിശ്വസിക്കണമോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. വളരെ നല്ല ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല ആശയങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. അതിലടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണകളും താങ്കൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഖുർആൻ, ഹദീസ്, മുൻകാല പണ്ഡിതന്മാരുടെ ഏകോപിച്ച തീരുമാനം അഥവാ ഇജ്മാ, ഈ 3 പ്രമാണങ്ങളിൽ മതവിധി രേഖപ്പെടുത്തിയതിനോട് രേഖപ്പെടുത്താത്ത ഒരു കാര്യത്തിന്റെ മതവിധി കണ്ടെത്തുന്ന ഖിയാസ് അല്ലെങ്കിൽ ഇജ്തിഹാദിന്റെ വകുപ്പായ ഖിയാസ്, ഈ 4 അടിസ്ഥാന പ്രമാണങ്ങൾ ആണ് ഉള്ളത്. അതിൽ നിങ്ങൾ ഖുർആൻ, ഹദീസ്, ഇജ്മാഇനെ നിങ്ങളൊന്ന് വിശദീകരിച്ചു. ഖുർആൻ എന്ത് എന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല, അത് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഹദീസും നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല, അത് പറയേണ്ട ആവശ്യവുമില്ല. ഇജ്മാഉം നിങ്ങൾ വിശദീകരിച്ചു, ആ വിശദീകരണം വളരെ ക്ലിയറാണ്. ഖിയാസ് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ചെറിയൊരു പിഴവുണ്ട്. അത് നിങ്ങളുടെ പിഴവ് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ പിഴവായതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. നബിയുടെ കാലത്തുണ്ടായ ഒരു വിഷയത്തിനോട് ഇപ്പോഴുള്ള വിഷയത്തെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഖിയാസിനൊരു നിർവചനമില്ല. ഹംലു മജ്ഹൂലിൽ ഹുക്ം അലാ മഅലൂമിൽ ഹുക്മീന ലിഇല്ലത്തിൻ ബൈനഹുമാ. വിധി അറിയപ്പെട്ട ഒരു കാര്യത്തോട് അറിയപ്പെടാത്ത ഒരു കാര്യത്തെ തുലനം ചെയ്യുക. രണ്ടിന്റെയും ഇല്ലത്ത് അഥവാ രണ്ടിന്റെയും ഇടയിലുള്ള പൊതുവായ സ്വഭാവത്തിന്റെ മാനദണ്ഡ പ്രകാരം. ഞാൻ പറയുന്നത് മനസ്സിലാക്കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഹ്സാബിൽ. നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഹദീസിൽ ബുഖാരിയിലൊക്കെ ഹദീസുണ്ട്. ഖുലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി എന്ന് നബിയുടെ സഹാബത്തിനും കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമോ? അത് ഖുർആനിലില്ല, അത് ഹദീസിൽ നോക്കിയാൽ കാണൂല. അത് ഖിയാസാണ്. അത് പിൽക്കാലത്തുണ്ടായ വിഷയ സഹാബിമാർ അന്നേല്ലേ. അപ്പൊ പിൽക്കാലത്തുള്ള വിഷയത്തെ മുൻകാലത്തുള്ള വിഷയത്തോട് തുലനപ്പെടുത്തുന്ന രീതിയാണ് ഖിയാസ് എന്ന് താങ്കൾ മനസ്സിലാക്കിയതോടത്ത് ചെറിയൊരു പിഴവുണ്ട്. അത് താങ്കളുടെ മാത്രം പിഴവല്ല, ഒരുപാട് ആളുകളുടെ പിഴവാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇനി ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും എന്ന് വെച്ചാൽ, ചെറിയ പെരുന്നാളിൽ നിങ്ങൾ സൂര്യാസ്തമയ ശേഷം തക്ബീർ ചൊല്ലണം എന്ന് ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നുണ്ട്. വലിയ പെരുന്നാളിൽ തക്ബീർ ചൊല്ലേണ്ട കാര്യോ? അത് കാണൂല, അത് ഖിയാസാണ്. അപ്പോ അത് ഇന്നുണ്ടായ വിഷയ വലിയ പെരുന്നാളിന്റെ വിഷയം എന്നുള്ളത്
അതിന്റെ മതവിധി ഖുർആനിലും ഹദീസിലും കാണുന്നില്ല. കാണാത്ത ഒന്നിന്റെ വിധിയെ കാണുന്നതിനോട് താരതമ്യപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. ഈ താരതമ്യപ്പെടുത്തുന്ന പണ്ഡിതന്മാർ അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ തദ്വീൻ അഥവാ ക്രോഡീകരണം, രചന നടത്തിയതാണ് ഇസ്ലാമിന്റെ ഇമാമുമാർ. ഏതെങ്കിലും പുസ്തകങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നത് കേട്ടോ. വലത്തോട്ട് ഇടത്തോട്ട് എഴുതി ഒരുപാട് പുസ്തകങ്ങൾ ഗൾഫിലൊക്കെ പോയാൽ കിട്ടും. ലൈബ്രറി പോയാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. പല ആളുകളും പലതും എഴുതിയിട്ടുണ്ട്. എഴുത്തുകാർ എഴുതിയത് മുഴുവൻ സ്വീകാര്യമാണ് നമ്മൾ പറയുന്നില്ല. ആധികാരികതയുള്ള മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്ന ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, മാലിക് ബിൻ അനസ്, ഇമാം നവവി, ഇബ്നു ഹജർ അൽ ഹൈതമി, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലുള്ള അതിലുള്ള മതവിധികൾ, അവർ വിശദീകരിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞ ചതുർപ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായി വിശദീകരിച്ച കാര്യങ്ങളാണ്. അത് നമ്മൾ അവലംബിക്കണം. ഇത് നമ്മൾ അവലംബിക്കണമെന്ന് ആരാ പറയുന്നത്? ഖുർആനാ പറയുന്നത്. ഖുർആൻ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, സൂറത്തുൽ നഹലിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ദിക്റിന്റെ അഹ്ലുകാർ, ദിക്ർ എന്ന് പറഞ്ഞാൽ കൽബിൽ ദിക്റാ, പോലെ അള്ളാഹുവിന്റെ സ്മരണയിൽ ജീവിച്ച ആൾക്കാരാണ്. അതാണ് ഷാഫി ഇമാമിനെ പോലത്തെ ആൾക്കാർ. ലോകം അംഗീകരിച്ചാണ്. ഈ ഷാഫി ഇമാമ് ദിക്റിന്റെ അഹ്ലാണെന്നുള്ളതിലേക്ക് എന്താ തെളിവെന്ന് ചോദിച്ചാൽ അതൊക്കെ ലോകത്ത് അംഗീകരിക്കപ്പെട്ട വസ്തുതകളാണ്. അങ്ങനെയുള്ള ദിക്റിന്റെ അഹ്ലുകാരായ ഉലമാക്കൾ, അവരോട് നിങ്ങൾ ചോദിക്കണം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി അടക്കമുള്ള ഇമാമുമാർ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? സാധാരണക്കാരായ ആളുകൾ, ഈ പ്രമാണങ്ങളൊന്നും പരിശോധിക്കാൻ കഴിയാത്ത ആളുകൾ, എല്ലാവരും ഓതി പഠിച്ച മൂല്യന്മാരാവൂല. ഒരുപാട് അള്ളാഹുവിന്റെ ജനവിന്യാസം അങ്ങനെയാണ്. പല ആളുകളെയും പല മേഖലയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു തരം വിന്യാസമാണ് റബ്ബ് തആല സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും പണ്ഡിതന്മാരാക്കൂല. ഒരുപാട് ആളുകളെ അധ്യാപകരാക്കും, ഒരുപാട് ആളുകളെ ഭരണാധികാരികളാക്കും, ഒരുപാട് ആളുകളെ രാഷ്ട്രീയക്കാരാക്കും, ഒരുപാട് ആളുകളെ നമ്മളെ പോലത്തെ ഇങ്ങനത്തെ ആളുകളാക്കും, ഒരുപാട് ആളുകളെ കന്നുകൂട്ടുന്ന ആൾക്കാരാക്കും. എല്ലാവരും വേണം. എല്ലാവരുമുള്ള ഒരു ലോകക്രമമായിരിക്കണം ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പോ അറിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? യജിബു അലൽ ആമ്മത്തി, അറിവില്ലാത്തവർക്ക് നിർബന്ധമാണ് തഖ്ലീദുൽ ഉലമാ, അറിവുള്ള പണ്ഡിതന്മാർ അവർ ക്രോഡീകരിച്ചു വെച്ച ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മതവിധികൾ മനസ്സിലാക്കൽ അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ ആരെങ്കിലും എന്തേലും എഴുതിയത് എന്ന് പറഞ്ഞിട്ട് ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. എന്റെ അടുത്ത ചോദ്യം കുറച്ചുകൂടി മുസ്ലിം ഭിന്നത ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതായത് നുഅ്മാൻ ബിൻ ബശീർ ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു വഅഹ്വ അൻ നുഅ്മാൻ ബിഇസ്ബഇഹി ഇലാ ഉദ്രൈഹി. നുഅ്മാൻ ബിൻ ബശീർ റിപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹം തന്റെ രണ്ട് ചെവിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ത്, ഇന്നൽ ഹലാല ബയ്യിനുൻ, അനുവദനീയമായ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്, വഇന്നൽ ഹറാമ ബയ്യിനുൻ, അനുവദനീയമല്ലാത്ത കാര്യങ്ങളും വളരെ വ്യക്തമാണ്, വബൈനഹുമാ മുസ്തബഹാത്തുൻ, ചില റിപ്പോർട്ടുകളിൽ മുത്തശാബിഹാത്തുണ്ട്, ചിലതിൽ മുശബ്ബഹാത്തുണ്ട്, ഒരുപാട് റിപ്പോർട്ടുണ്ട്. ബൈനഹുമാ മുത്തശാബിഹാത്തുൻ ലാ യഅലമുന്ന കസീറും മിനന്നാസ്, അധികം മനുഷ്യന്മാർക്കും ഈ മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത, ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അധികം മനുഷ്യന്മാർക്കും ഇത് തിരിച്ചറിയാൻ കഴിയുകയില്ല. ഫമൻ ഇത്തഖ അസ്സുബ്ഹാത്ത്, ഈ സംശയാസ്പദമായ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ, ഇസ്തബ്റാലി ദീനിഹി വ ഇർദിഹി, അവന്റെ മതവും അഭിമാനവും രക്ഷപ്പെട്ടു. വമൻ വഖാഫി സുബ്ഹാത്ത്, എന്നാൽ സംശയാസ്പദമായ കാര്യങ്ങളിൽ പെട്ടാലോ, വഖാഫിൽ ഹറാം, അവൻ ഹറാമിൽ പെട്ടു. ഒരു കർഷകൻ, ഒരു മേച്ചിൽക്കാരൻ തന്റെ മൃഗത്തെ മേയ്ക്കുന്നു, ഹൗരൽ ഹിമ, ഒരു പ്രൊട്ടക്റ്റഡ് വേലി കെട്ടിയ ഒരു സ്ഥലത്തിന്റെ ചുറ്റും, യൂസിക്കു അൻ യർതാഫിഹി, എന്നിട്ട് ആ വേലിയിലേക്ക് ആ ജീവി കടന്നുപോകാൻ സാധ്യതയുണ്ട്. അലാ വൈന്നലി കുല്ലി മലിക്കിൻ ഹിമ, എല്ലാ ഒരു രാജാവിനും ഒരു സംരക്ഷിത മേഖലയുണ്ട്. അലാ വഇന്ന ഹിമല്ലാഹി,
അള്ളാഹുവിന്റെ സംരക്ഷണ വലയം എന്ന് പറഞ്ഞാൽ മഹാരിമുഹു, അത് അള്ളാഹുവിന്റെ ഹറാമാക്കിയ അനുവദനീയമല്ലാതാക്കി തീർത്തിരിക്കുന്ന ആ സ്ഥലം സംരക്ഷിക്കുക, അവിടെ എത്താതിരിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ ഇതാ ഈ ബോർഡിൽ തന്നെ, നമുക്കിപ്പോ അവിടെ ഇവിടെ കിതാബൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാ ഗ്രന്ഥങ്ങളും ഈ ബോർഡിൽ തന്നെ കിട്ടും. അപ്പോ ഈ ഹദീസിന്റെ ഒക്കെ വെളിച്ചത്തിന് പണ്ഡിതന്മാർ മുൻകാലങ്ങളിൽ പല ഭിന്ന അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്, പക്ഷെ മറ്റുള്ളവർ പറയുന്നതിൽ ശരിയുണ്ടാവാം. അബു ഹനീഫയും ഷാഫിയും വ്യത്യസ്തമായിരുന്നു. ഹലാല് എന്ന് നസ്സായി വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഹലാല്, അല്ലാത്തതൊക്കെ നസ്സായി വന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അങ്ങനെ നസ്സായി വരാത്ത കാര്യങ്ങൾ ചെയ്തുകൂടാ. ഇവിടെ അബൂ ഹനീഫയും വ്യത്യസ്തമാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത് എന്ന് അവിടെ വ്യത്യസ്തമാണ്. മാലിക് ഇമാമിന്റെ വീക്ഷണത്തിന് അറഫ എന്നത്, ഹജ്ജിന്റെ അറഫ എന്നത് ഒരു വ്യത്യസ്തമാണ്. മറ്റു 3 ഇമാമുകളുടെ പഠനത്തിലും അറഫ എന്നുള്ളത് ഒന്നിച്ചിരിക്കുന്നു. ഇങ്ങനെ മുൻകാലത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഭിന്നതകൾ ഈ സമൂഹത്തിന് നമ്മൾ ഇന്ന് പെരുപ്പിക്കണോ അല്ല കുറക്കണോ? നമ്മൾ കുറച്ച് അനുവദനീയമല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച മനസ്സിൽ എല്ലാ വിഭാഗം, ഞാൻ ഏതൊക്കെ ഒരു വിഭാഗത്തിലാണല്ല, എല്ലാ വിഭാഗങ്ങൾക്കും ചെയ്തുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദ്യം അൽ ഹലാലു ബയ്യനുൻ, മുഖവുരയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. തങ്ങളുടെ ആ ചോദ്യത്തിന്റെ മർമ്മം ആളുകൾക്ക് അതിൽ നിന്നൊരു മർമ്മം മനസ്സിലാവുമല്ലോ. അൽ ഹലാലു ബയ്യനുൻ, ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അതിന്റെ രണ്ടിന്റെ ഇടയിൽ ചില അവ്യക്തമായ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അവ്യക്തമായ കാര്യങ്ങൾ ഹറാമാവാനും സാധ്യതയുണ്ട്, ഹലാലാവാനും സാധ്യത ഉണ്ടാവുമ്പോ നമ്മളിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു കോഴി, ആ കോഴിനെ നമ്മൾ തന്നെ ശരിക്കും അർത്തു, അതിന്റെ ഹുൽക്കൂമ് മുരിയൊക്കെ നമ്മൾ തന്നെ അർത്തു, അത് ഹലാലാന്ന് ഉറപ്പാണ്, പിന്നെ അതിൽ തർക്കിക്കരുത്. അപ്പൊ വേറെ അടുത്ത് വന്ന് കാണും പറയാ ഹലാലല്ല, എന്നാ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അവനെ അംഗീകരിക്കാൻ പാടില്ല, കാരണം അത് ഹലാലാന്ന് ഉറപ്പാണല്ലോ. ഇനി ഹറാമാന്ന് ഉറപ്പുള്ള ഒരു സംഗതി, ഇപ്പൊ വ്യഭിചാരം, ഒരു അന്യ പെണ്ണിനെ വ്യഭിചരിക്കുക എന്നുള്ളത് ഹറാമാന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഒരുത്തം വന്ന് കണ്ട് പറയാം എന്താ അപ്പൊ വ്യഭിചരിച്ചാല്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കൾ പറയുന്നത് പോലെ എന്താ അപ്പൊ ഒരു അന്യ പെണ്ണുമായിട്ട് ലൈംഗിക വയസ്സ് നടത്തുന്ന ഒരു മനുഷ്യന്റെ ആവശ്യമല്ലേ? നമ്മളെ പശുപാലനൊക്കെ അതല്ലേ പറഞ്ഞത്, പശുപാലന അതല്ലേ പറഞ്ഞത്. എന്താ അപ്പൊ എന്റെ ഭാര്യ രശ്മി, അവൾക്ക് താല്പര്യമുള്ള ആളുമായിട്ട് വെച്ചാലിപ്പോ എന്താ കുഴപ്പം, അതിലെന്താ പ്രശ്നമുള്ളത് എന്ന് പറയാതെ നമ്മൾ അംഗീകരിക്കണം എന്നല്ല. വൽ ഹറാമു ബയ്യൻ, ഹറാമു ബയ്യനാണ്. അതേ സമയത്ത് ഇപ്പൊ ഒരു കോഴി മാംസം നമ്മൾ കണ്ടു, കോഴി കച്ചവടക്കാർ ദേഷ്യപ്പെടരുത് കേട്ടോ, ഒരു കോഴി മാംസം നമ്മൾ കണ്ടു, നമുക്കൊരു സംശയം, ഇത് ഹലാലാണോ ഹറാമാണോ, അറിവ് ശരിയായിട്ടുണ്ടോ ശരിയായിട്ടില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഹറാമിൽ പെടുന്നത് സൂക്ഷിക്കണം. അത് വറഇന്റെ ഭാഗമാണ്, അത് കൂടുതൽ സൂക്ഷ്മതയുടെ ഭാഗമാണെന്ന് വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. അപ്പൊ ആ ഹദീസിൽ തന്നെ കസീറും മിനൻ നാസ്, എങ്ങനെയാണ് ലാ യഅലമൂനഹു കസീറും മിനൻ നാസ്, അവിടെ തന്നെ നിങ്ങൾ അർത്ഥം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ിൽ നിന്ന് അധിക ആളുകളും എന്ന അർത്ഥം നൽകരുത്, മറിച്ച് കസീറും മിനൻ നാസ് ആണ് ഒരുപാട് ആളുകൾ എന്നാണ്, മെനി പേഴ്സൺസ്, കുറെ ആളുകൾ, അല്ലാതെ എല്ലാ ആളുകളും അല്ല, അല്ലെങ്കിൽ അധിക ആളുകളും എന്ന അർത്ഥം വെച്ചു പോകരുത്. കുറെ ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് പല ആളുകൾക്കും ആ പിഴവ് സംഭവിക്കാറുണ്ട്. ഇപ്പൊ സൂറത്ത് തൗബയിലൊരായത്തുണ്ട്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ യഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്ന അർത്ഥത്തിൽ സൂറത്ത് തൗബയിലൊരായത്തുണ്ട്. ഇവിടെ നമ്മളെ മതപണ്ഡിതന്മാരെ എതിർക്കുന്ന മുജാഹിദുകളൊക്കെ അതിന് അർത്ഥം വെക്കൽ എന്താണ്? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, പണ്ഡിതന്മാരിൽ അധിക ആളുകളൊന്നും അർത്ഥം വെക്കരുത്. ആ അർത്ഥം തെറ്റാണ്. കസീറൻ മിനൽ അഹ്ബാർ എന്ന ജൂത പണ്ഡിതന്മാരിൽ നിന്ന് കുറെ ആളുകൾ എന്നാണ് അർത്ഥം. അത് രണ്ടും മലയാളത്തിൽ 2 അക്ഷരത്തിന്റെ മാറ്റമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മീനിങ്, അർത്ഥത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. അപ്പൊ അധികം എന്നുള്ള അർത്ഥം മാറ്റിയിട്ട് കുറെ എന്നർത്ഥം വെക്കണം. അപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ പ്രത്യേകിച്ച് പാടില്ല എന്ന അഭിപ്രായം, ഒരു വിഷയത്തെ സംബന്ധിച്ച് പാടില്ല എന്നൊരു കൂട്ടരും
പറ്റും എന്ന് കൂട്ടരും പറയുമ്പോ നമ്മൾ അത് ഹറാമാവാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ. അപ്പൊ നമ്മളതിൽ വിട്ടുക്കല്ലേ വേണ്ടത്. നല്ലൊരു മാന്യമായ ഒരു നിഷ്പക്ഷതയുടെ ഒരു ഏകദേശ ഭാവം ഉള്ളതായിട്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണിത്. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഹലാൽ എന്നുള്ളത് ബയ്യനാണല്ലോ. ഹലാൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നബിദിനം ആഘോഷം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിക്കൽ, അതുമല്ലെങ്കിൽ മഹാന്മാരെ സിയാറത്ത് ചെയ്യൽ, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ, അവരെ കൊണ്ട് ഇതൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ. നമ്മുടെ കേരളത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അതൊക്കെയാണല്ലോ. ഇവിടെ ചർച്ച ചെയ്യുന്നതും മുഖാമുഖം നടത്തുന്നതും സംവാദം നടത്തുന്നതൊക്കെ ആ വിഷയത്തിലാണല്ലോ. ഇതൊക്കെ ഹലാലാന്ന് വ്യക്തമാണ്. ഹലാലാണെന്ന് വളരെ വ്യക്തമായി പ്രമാണങ്ങളെ കൊണ്ട് സുവ്യക്തമായ കാര്യങ്ങൾ വന്നതിന് ശേഷം പിന്നീട് അതിലെന്ത് ചെയ്യാൻ പാടില്ല, ശങ്കിക്കാൻ പാടില്ലാണ്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിനാന. അഥവാ വ്യക്തമായ പ്രമാണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭിന്നിക്കാൻ പാടില്ല എന്ന് അത് ഖുർആൻ പറഞ്ഞതാ. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. ഹലാൽ എന്ന് വ്യക്തമായ പ്രമാണം വന്നതിനു ശേഷം, ഹറാം എന്ന് വ്യക്തമായ പ്രമാണം വന്നതിനു ശേഷം പിന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും ഭിന്നിച്ചു വന്നാൽ അവരെ പറ്റി എന്താ പറഞ്ഞത്? റസൂൽ എന്താ പറഞ്ഞത്? റസൂൽ പറയാണ്, തുർമുദി റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എനിക്കു പിറകിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ അതൊക്കെ മാറി നിന്നുകാണ്ട് നിഷ്പക്ഷത സ്വീകരിക്കണം എന്നല്ല റസൂൽ പറയുന്നത്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. അവിടെ പ്രമാണത്തിന്റെ പിന്നിൽ നിൽക്കണം എന്നാ പറയുന്നത്. അല്ലാതെ അഭിപ്രായ ഭിന്നത മുജാഹിദ് അങ്ങനെ പറയുന്നു, അപ്പൊ സുന്നി ഇങ്ങനെയും പറയുന്നു, അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെന്ന രണ്ടും ആവണ്ട, സുന്നി ആവണ്ട, മുജാഹിദും ആവണ്ട, തെബിലീം ആവണ്ട, ഒന്നും ആവണ്ട, നമ്മൾ മുസ്ലിം ആയാൽ മതി. അത് ശരിയാണ്, ശരിയായ വീക്ഷണമല്ലത്. കാരണം ഖുർആൻ ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗം വളരെ ചെറുതായിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം ഓതിയ ആയത്ത് എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമേ മുഅ്മിനീങ്ങളെ. വകൂനൂ മഅസ് സാദിഖീൻ, നിലപാടുകളിൽ സത്യം പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ ചേരുകയും വേണമേ. അല്ലാതെ നിഷ്പക്ഷത പാലിക്കണേ എന്നല്ല. നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു പക്ഷമില്ലായ്മ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ വ്യക്തമായ പക്ഷം ഉണ്ട്. അത് പ്രമാണം വ്യക്തമായ പക്ഷം ഏതാണോ ആ പക്ഷത്ത് നിൽക്കണം എന്നൊരു പക്ഷം ഇസ്ലാമിലുണ്ട് എന്നാണ് നിങ്ങളുടെ ആ ചോദ്യത്തിന് പറയാനുള്ള മറുപടി. എന്റെ അടുത്ത ചോദ്യം വളരെ വളരെ പഠനാർഹമായ, സംശയങ്ങൾ തീർക്കേണ്ട നല്ല ചോദ്യം, നല്ല ഉത്തരങ്ങളാണ്, നല്ല ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പ്രത്യേക കക്ഷിയിലില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അത് അംഗീകരിക്കുന്ന എല്ലാ കക്ഷിയും, അത് മുജാഹിദ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരെയും, സുന്നി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരെ, അതിതീവ്രവാദികളല്ല കേട്ടോ, അവരെ അത് ഞാൻ അംഗീകരിക്കാറില്ല. അതിതീവ്രവാദികളല്ലാത്ത വിഭാഗങ്ങളൊക്കെ അംഗീകരിക്കുന്നതൊക്കെ ഞാൻ അവരുടെ ഒക്കെ പങ്കുചേർന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് സംശയം നിവാരണത്തിന് വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. മുൻകാലങ്ങൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസ്, ഞാനിതിന് പഠിക്കുകയും ചെയ്തു. ഒരു 100 കണക്കിന് റിപ്പോർട്ട് ഈ ഹദീസ് ഇവിടെ വായിക്കാൻ നേരമില്ല, പഠിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ്. അതായത് എന്റെ മുൻകാല ജൂതന്മാര് 71 സംഘങ്ങളായി തീർന്നു. കുറച്ച് ചുരുക്കിയേ പറയുന്നുള്ളൂ. ക്രിസ്ത്യാനികള് 72 സംഘമായി തീർന്നു. മുസ്ലിങ്ങൾ 73 സംഘമായി തീർന്നു. ഇത് ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില ആൾക്കാർ ഇത് നേരത്തെ കാര്യമായ ഇഷ്യൂ ആയിട്ട് പ്രസംഗിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരൊന്നും പറയാറില്ല എന്നുള്ളത് വേറൊരു വാസ്തവം. അങ്ങനെ പക്ഷേ അതിലൊരു സംഘം മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിലാണ്. എന്നാൽ ഈ റിപ്പോർട്ട് തന്നെ വേറെ കുറെ റിപ്പോർട്ടുകൾ വന്നപ്പോ ഒരു സംഘം നരകത്തിലും ബാക്കി എല്ലാവരും സ്വർഗത്തിലും എന്നും. അങ്ങനെ പണ്ഡിതന്മാരുടെ വലിയ പഠനം നടത്തുകയാണ് ഈ വിഷയത്തെപ്പറ്റി. റൊസാലി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ്, ഏതാണ്? നബിയോട് സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയേത്? അപ്പോ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബികളും ഏത് മാർഗത്തിലാണോ ഉള്ളത് അവരാണ് സ്വർഗത്തിൽ കടക്കുക. വേറൊരു റിപ്പോർട്ട് പ്രകാരം 72 കടക്കും, ഒരു കക്ഷി മാത്രം കടക്കൂല, അത് നിരീശ്വരവാദികളാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. ഈ ഹദീസിന്റെ ശരിയായ ഉസ്താദവർകൾ ശ്രദ്ധിക്കുന്നുണ്ടാവല്ലോ. ഈ ഹദീസിന്റെ വളരെ വ്യക്തമായ ഒരു
മറുപടി എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് എത്ര ആയിരം സംഘടനകളുണ്ട്, ഏതൊക്കെ സംഘടനയാണ് മുസ്ലിം, ഏതൊക്കെയാണ് അമുസ്ലിം പിഴച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവസാനമായി പിരിഞ്ഞു പോയിരിക്കുന്ന കക്ഷികളൊക്കെ നരകത്തിലാണോ? ഏതാണ് ഈ ഒരു ശരിയായ അവസ്ഥ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന് വിനീതമായി ഉസ്താദിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കേൾക്കുകയും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും ചെയ്യുന്നതിന് വലിയ സന്തോഷമുണ്ട്. ആ നിലക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പഠിക്കാനും മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞതിൽ അദ്ദേഹം ഇന്ന ബനി ഇസ്രാഈല തഫറഖത അലാ 72 മില്ല സതഫ്തരിഖു അലാ ഉമ്മത്തി അലാ 73 മില്ല. ഹദീസ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 72 വിഭാഗം നരകത്തിൽ പോകും, 1 സ്വർഗത്തിൽ പോകും. അത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. എന്നാൽ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞവരുമുണ്ട്, 72 പേര് സ്വർഗത്തിൽ പോകും, 1 നരകത്തിൽ പോകും. അത് നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറയായിരുന്നു. എങ്ങനെ ഉസ്താദ് ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ നാളെ വേണമെങ്കിൽ ഉസ്താദിന് ഈ വിശദീകരണങ്ങൾ എവിടെ വേണമെങ്കിലും എത്തിച്ചു തരാം. പോരെ? നിങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഗ്രന്ഥങ്ങളൊക്കെ നാളെ അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഈ റിപ്പോർട്ടുകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നാളെ വേണമെങ്കിൽ ഉസ്താദ് എല്ലാ ഉസ്താദന്മാർക്കും വേണമെങ്കിൽ ഇതിന്റെ കോപ്പി ഞാൻ എത്തിച്ചു തരാം. അങ്ങനെ 72 വിഭാഗം സ്വർഗത്ത് പോകും, 1 മാത്രം നരകത്ത് പോകും. അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷെ അത് എന്റെ അവസ്ഥ മനസ്സിലാക്കാണല്ലോ ഉസ്താദ് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ട. അല്ല, ചോദിച്ചല്ലോ. കുഴപ്പമില്ല. നിങ്ങൾ കണ്ടത് എവിടെയും ചോദിച്ചു. കുഴപ്പമില്ല. അങ്ങനെ റിപ്പോർട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ 1 ഏതാണ് സ്വർഗത്തിൽ ഒക്കെ കഴിഞ്ഞു. ആ റിപ്പോർട്ടിനെ പറ്റി വേണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ എത്തിച്ചേരാം. നിങ്ങൾ കണ്ടോ ചോദിച്ചാണ്. ഇടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി ചോദിച്ചു. കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചത് ഈ 72 വിഭാഗം നരകത്തിൽ പോവുകയും 1 സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അത് ഏതാണെന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും വിശ്വാസപരമായിക്കൊണ്ട് ഏത് ആദർശത്തിന്റെ മേലാണോ ആ ആദർശത്തിൽ നിലകൊള്ളുന്നവരാണ് സ്വർഗത്തിൽ പോകുക. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ. നബിത്തങ്ങളുടെ വാക്ക് പറഞ്ഞാൽ നബിത്തങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ചിലത് മാത്രം മനസ്സിലാക്കിയിട്ട് നബി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നബിദിനം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞോ? മദ്രസ നടത്താൻ നബി പറഞ്ഞോ? അല്ലാഹു റസൂൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനോട് ഉൾക്കൊണ്ടാൽ മതി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകളോടോ പ്രവൃത്തികളോടോ അതിനോട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, അതുപോലെ സഹാബത്തിന്റെ നിലപാടുകളോട് യോജിച്ചു കഴിഞ്ഞാൽ, ആ യോജിച്ചുകൊണ്ടുള്ള വിശ്വാസപരമായിക്കൊണ്ട് ആരാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നത് അവരാണ് സ്വർഗത്തിൽ പോകുക. എന്നാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നമുക്കറിയാം, അവർ പല വിഷയങ്ങളിലും മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്, സഹാബത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഞാൻ അതിർത്ത് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങളോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായിക്കൊണ്ട് അവരുടെ മാർഗത്തിന് അവർ തെറ്റിയതുകൊണ്ട് നമ്മൾ പറയുന്നു അവരൊക്കെ പിഴച്ചവരാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, സുന്നികൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസപരമായോ കർമ്മപരമായിട്ട് ഏത് കാര്യമെടുത്താലും അതൊന്നും തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്കോ സഹാബത്തിന്റെ ചര്യക്കോ വിരുദ്ധമല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ച പ്രമാണങ്ങളോട്, സഹാബത്ത് പഠിച്ച പ്രമാണങ്ങളോട് 100% യോജിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നു നമ്മൾ തന്നെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സമസ്തക്കാർ കൂടി പ്രഖ്യാപിച്ചെന്നല്ല. പൂർവികരായ, നേരത്തെ ഇവിടെ ബഹുമാനായ എം ടി ബുക്രാൻ സൂചിപ്പിച്ച കഴിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇജ്തിഹാദിന് കഴിവുള്ളതായ പണ്ഡിതന്മാർ, അവരെല്ലാം കൂടി കണ്ടെത്തിയതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. അത് കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ജീവിക്കുന്നത് സമസ്ത കേരള ജമിയത്തുലമയാണ്. അത് സ്വർഗത്തിലാണ് പോകുന്നത്. എന്റെ അവസാനത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ ഏറ്റവും പ്രഗത്ഭര, എല്ലാവർക്കും അറിയാതെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം എന്ന രീതിയിൽ തന്നെ ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. ഇസ്ലാമിന്റെ ആണിക്കല്ലായിരുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന ആ പ്രസംഗം അറബിയിൽ തന്നെ, ഞാൻ അറബി വേണമെന്നുള്ള വാദക്കാരനാണ്,
അറബിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതോടനുബന്ധിച്ച് ഞാൻ പറയുന്നത് ജുമാ ഖുതുബയിൽ ഓരോ ആഴ്ചയും നൽകേണ്ട നിർദ്ദേശങ്ങളും മറ്റും അറബിയിൽ തന്നെ ആകുമ്പോൾ വെറും മസലുൽ ഹിമാലിയ പിന്നെ അതൊന്നും ആയത്തൊന്നും തോന്നുന്നില്ല, ഒന്നും മനസ്സിലാവാത്ത ഒരു വിഭാഗം എന്തൊക്കെയോ കേട്ട് പോകുന്നു എന്നല്ലേ വരുന്നത്. ചുരുക്കത്തിൽ തിരൂര് താഴെ പള്ളിയിൽ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം ജുമാക്ക് പോകാൻ അവിടെയാ. കാരണം താഴെ പള്ളിയിൽ ഉസ്താദ് മലയാളത്തിൽ നല്ലൊരു പ്രസംഗം ചെയ്യും, എന്നിട്ട് അതേ പ്രസംഗത്തിന്റെ ഹ്രസ്വമായ ഒരു അറബി ഭാഷയും. ഇങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ, ഈ ഉപദേശങ്ങൾ ഓരോ ആഴ്ചക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനവും കൂടി ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഇനി ജുമാ ഖുതുബയുടെ ആ നേരത്ത് തന്നെ അല്ലെങ്കിലും അതിനുശേഷമോ അതിനു മുമ്പോ ആസൂത്രണം ചെയ്തുകൂടെ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അള്ളാഹു കബൂലാക്കുകയും നമ്മൾക്കേവർക്കും ദീനിന്റെ മജ്‌ലിസ് എന്ന രീതിയിൽ ആ മജ്‌ലിസിൽ ഉൾക്കൊള്ളുകയും ചോദ്യം ചോദിക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തതിന് അള്ളാഹു നമ്മുടെ അമല് ഒരു സൽക്കർമ്മ തീർച്ചരട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവസാനത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നമ്മുടെ ഖുതുബകളൊക്കെ ഒന്ന് അതൊന്ന് മലയാളത്തിലാക്കുകയാണെങ്കിൽ എല്ലാവർക്കും തിരിയുന്നതായിക്കൂടെ അല്ലെ? അതോടൊപ്പം ഇതിൽ ലാസ്റ്റ് പറഞ്ഞത് എല്ലാ ആഴ്ചയും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൂടെ? അത് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും ദിനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള തെറ്റിദ്ധാരണകളുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ നിങ്ങൾ ആദർശ സമ്മേളനം നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു വേദിയല്ല. ഖുതുബയെക്കുറിച്ച് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയൊന്നും കേവലം ഒരു പ്രസംഗമല്ല. ഖുതുബ നമുക്കറിയാം, സാധാരണ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നിസ്കരിക്കാറുള്ളത് ജുമുഅ 2 റക്അത്താണ്. എല്ലാ ദിവസവും ളുഹ്ർ നിസ്കരിക്കാറുള്ളത് 4 റക്അത്താണ്. എന്തേ വെള്ളിയാഴ്ച 2? ആ 2ന്റെ സ്ഥാനത്ത് ഖുതുബത്തു തഖൂമു മഖാമ റക്അത്തൈൻ, 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് കേവലം ഒരു പ്രസംഗമല്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ ഖുതുബയെക്കുറിച്ച് പറഞ്ഞത് അത് ഇബാദത്ത് എന്നാണ്. ഖുതുബ അറബിയിലാകണമെന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ മാനദണ്ഡം പറഞ്ഞത് അത് ഇബാദത്താണ്. മറ്റു പണ്ഡിതന്മാർ ലിമാ ജറ അലൈഹി അമലുന്നാസ്, അങ്ങനെയാണ് പൂർവികർ കാണിച്ചു തന്നത്. കാരണം ഇബാദത്തിൽ എപ്പോഴും നമ്മുടെ ബുദ്ധി അനുസരിച്ചുകൊണ്ട് ചെയ്യേണ്ടതല്ല. എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലോകം കണ്ട മഹാപണ്ഡിതൻ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വകാന യഖ്തുബു ബിൽ അറബിയ്യ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറബിയിലാണ് ഖുതുബ ഓതാറുള്ളത്. അല്ലാഹു റസൂൽ ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ട് അറബിയിൽ നിസ്കരിച്ചിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അറബിയിൽ ഖുതുബ ഓതിയിട്ട് അറബി അല്ലാത്തൊരു ഭാഷയിൽ നിസ്കരിച്ചിട്ടുമില്ല. അറബിയിൽ ഖുതുബ ഓതി അറബിയിൽ നിസ്കരിച്ചു. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും അത് അവിടുത്തെ ഭാഷ അറബി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നായിരിക്കും സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ മനസ്സിൽ വരുന്ന ധാരണ. എന്നാൽ സഹാബാക്കിറാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി. നമ്മൾ പറയുകയല്ല, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ മൗലവി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസികയിൽ പറയുന്നു, അദ്ദേഹം പറയുന്നു, വലാകിൻ ഹഉന ഷൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാത്തു ഇലൈഹി അന്നാ ലം നജിദ് ഫീ കുതുബിൻ മിനൽ കിതാബ്. കെ മൗലവി പറയുന്നത് നമ്മൾ ഒരുപാട് കിതാബുകൾ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരൊറ്റ കിതാബിലും കണ്ടിട്ടില്ല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വസ്സഹാബത്ത സഹാബത്തോ വത്താബിഈന താബിഈങ്ങളോ അവരുടെ പിൻഗാമികളോ ഹീനമാ യഖ്തുബൂന ഖുതുബത്തുൽ മശ്റൂഅ, അവർ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ ഓതുന്ന സമയത്ത് അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ സഹാബത്ത് ഓതിയിട്ടേ ഇല്ല. പ്രിയ സുഹൃത്ത്, ചിന്തിക്കണം. സഹാബത്ത് കേരളത്തിൽ വന്ന സമയം, താബിയങ്ങൾ കേരളത്തിൽ വന്ന സമയം നോക്കും നിങ്ങൾ. ഇന്നൊക്കെ അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാ ഖുതുബ കേൾക്കാൻ പോണത് അല്ലെ? ഒന്നുമില്ലെങ്കിൽ ഖതീബ് ഇവർക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം അടക്കം അറിയും അല്ലെ? ഇടയ്ക്ക് ഖതീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അപ്പൊ നമ്മൾ സലാത്ത് ചെല്ലും. കുറെ കഴിയുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന പറയുമ്പോൾ നമ്മൾ ആമീൻ പറയാറുണ്ടാ? നമുക്ക് അത്യാവശ്യങ്ങൾ അറിയും. സഹാബത്ത് ഖുതുബ ഓതുന്ന സമയത്ത് ഇന്നലകളിൽ അമുസ്ലിമീങ്ങളായ ആളുകളാണ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ മുന്നിലാണ് ഖുതുബ ഓതുന്നത് അല്ലെ? അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വസ്ലുകു മിൻ ഖബൽ തീയും വനായരു അശാരി മൂഷാരി മണ്ണാന് പറയരു. മുൽക്കാൽ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്ത ആളുകളാണ് മുന്നിലിരിക്കുന്നത്. അവരോട് സഹാബത്ത് താബിയങ്ങൾ ഖുതുബ ഓതിയത് അറബിയിലാണ്. അന്നല്ലേ ഒന്നുകൂടി. ഇന്ന് ദീൻ പഠിക്കാൻ ഒരുപാട് പറഞ്ഞാൽ മൊബൈൽ ഉണ്ടായാലും പള്ളിപുരം പോണ്ട.
ദീൻ പഠിക്കാൻ സംവിധാനം ഇഷ്ടം പോലെ ഉണ്ട്. പള്ളിക്കത്തെ ഖുത്ബ കേൾക്കാൻ പോണ്ട, ഏതുണ്ടായാലും മൊബൈൽ ഉണ്ടായാൽ മതി. അന്ന് ഒന്നുമില്ല, മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, ഒരു സെപ്പും ഇല്ല, പള്ളിക്കത്തെ സെപ്പന്നെ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ സഹാബത്ത് ഓതിയത് അറബിയിലാണ്. നമ്മളല്ല പറയുന്നത്, കെ മൗലവി. അതിനു പുറമെ കെ മൗലവി പറയുന്നു അതിനു പുറമെ അന്നൽ അറബിയത്തെ ലുഗത്തുൽ ഇസ്ലാം, അറബി എന്നുള്ള ഇസ്ലാമിന്റെ ഭാഷയാണ്, അത് പഠിക്കൽ മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് വലി അജ്ലി ആദിഹിൽ ഉസൂൽ നഖൂലു അന്നൽ ഖുത്ബത അർകാനഹാ വതവാബിഹ കുല്ലഹാ ബിൽ അറബിയ്യ. കെ മൗലവി എത്ര നല്ല തത്വമാണ് പറയുന്നത്. നിങ്ങൾ അറബി മുസ്ലിമിന്റെ ഭാഷയാണ്, അത് പഠിക്കണം. നോക്ക് നിങ്ങൾ, ലോക മുസ്ലിമുകൾക്കൊരു ഭാഷ. ഇപ്പൊ പരപ്പനങ്ങാടിയിൽ നിന്ന് ഖുത്ബ കേൾക്കാൻ പോയി അറബിയില്, നാളെ പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു, അവിടെ തമിഴിലാണെങ്കിലോ പള്ളിയിലെ ഖത്തീബ് വന്നിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ആണ്ടവൻ പെരിയവൻ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളെ അവസ്ഥ എന്തായിരിക്കും? നമുക്കാണെങ്കിൽ തമിഴ് കൊഞ്ചം പോലും தெரியாது. നമ്മൾ അവസ്ഥ എന്തായിരിക്കണം? അവിടെ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ, പള്ളിയിലെ ഖത്തീബ് വന്നിട്ട് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞു പോകില്ല അൽഹംദുലില്ലാ. പരപ്പനങ്ങാടിന് കേട്ടതേ ഖുത്ബ, മറ്റൊന്ന് മക്കത്തേക്ക് പോകുന്ന അവിടെ ചെന്നപ്പോഴും അൽഹംദുലില്ലാ, പിറ്റേന്ന് കർണാടകയിലേക്ക് ചെല്ലുന്ന അവിടെയും അൽഹംദുലില്ലാ. എത്ര നല്ലൊരു ആശയം. ഏമൊരു പറയാണ് അറബി മുസ്ലിമിന്റെ ഭാഷയാണ്, അത് പഠിക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഖുത്ബ അറബിയിലായിരിക്കണം. ആര് പറയുന്നു? ഈ മുജാഹിദ്. നിങ്ങളതിന്റെ ആളായിട്ടെന്നല്ലോ പറയുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ കെ മൗലവി പറയുന്നു ഖുത്ബ അറബിയിലായിരിക്കണം. ഇനി നോക്കി നിങ്ങൾ മലയാളത്തിലാക്കേണ്ട അവസ്ഥ. ഇത് പുതിയ ലക്കം ഇസ്ലാഹ് മാസിക, പുതിയ ലക്കം അല്ല, നോക്കിക്കോളൂ, അൽ ഇസ്ലാഹ് മാസിക. വളരെ ശരിയാണ്. മലയാളത്തിലായൊരു കുഴപ്പമുണ്ട്. മലയാളം ഒരു മണിക്കൂറൊക്കെ നീണ്ടി വാചകം ഒരുപാട്. അതൊന്നും ശരിയാക്കില്ല. അത് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വലിയ പണിയില്ല. എന്നാലും ഈ പുതിയതിൽ എന്താ ഉള്ളതെന്നുള്ളത് കേൾക്കണ്ടേ? നോക്ക് നിങ്ങൾ, ഈ പുതിയ ലക്ക് ഇസ്ലാഹ് മാസിക പറയാണ് നമ്മുടെ ഖുത്ബയുടെ അവസ്ഥ എന്താ. ഇത് നമ്മുടെ മുജാഹിദിലെ ജിന്നൂരികളതാണ്. അത് ഗ്രൂപ്പ് പറയല്ല കേട്ടോ, അതങ്ങനെ പറയുന്നവർക്ക് തിരിയുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഒരു ഭാഗത്ത് ജിന്നൂരി, മറുഭാഗത്ത് ഇൻസൂരി, അതിന്റെ അപ്പുറത്ത് മടവൂരി, അതിന്റെ അപ്പുറത്ത് ഇരുവേറ്റി, ഇങ്ങനെ പോകണ ഗ്രൂപ്പുകള് എല്ലാവർക്കും കിടക്കുന്നില്ല. നോക്ക് നിങ്ങൾ, ഇവരെഴുതുകയാണ് നമ്മുടെ ഖുത്ബയുടെ അവസ്ഥ എന്താ. അതെന്താ എഴുതാൻ കാരണം അറിയോ? ഇപ്പൊ ഈ അടുത്ത മുജാഹിദിന്റെ 3 സമ്മേളനം നടന്നു. ഒന്ന് കുറ്റ്യാടിയില്, ഒന്ന് മുക്കത്ത്, ഒന്ന് മടവൂരി ഭാഗത്തിന്റെ കാസർഗോഡ്. അപ്പൊ ഖുത്ബ എന്ന സമയത്ത് ഖത്തീബ് കുറ്റ്യാടിക്കാരനാ. കുറ്റ്യാടി അദ്ദേഹത്തിന്റെ നാട്ടുകാരനല്ല, കുറ്റ്യാടിയില് നടക്കുന്ന സമ്മേളനത്തിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളാ. അയാൾ ഖുത്ബയിൽ പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത് അറിയോ? ഖുത്ബ പറയണേ, അടുത്ത ആഴ്ച കുറ്റ്യാടിയിൽ നമ്മുടെ സമ്മേളനം നടക്കുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കണം ഖുത്ബയിൽ. അപ്പൊ ഇത് കേട്ട ജിന്നൂരിക്ക് ഇഷ്ടപ്പെട്ടില്ല. സദസ്നകൾ എനിക്ക് പറഞ്ഞു, കുറ്റ്യാടിയിൽ മാത്രമല്ല മുക്കത്തുണ്ട്, അവിടെയും പങ്കെടുക്കണം. എത്ര ഖുത്ബയായി? 2 അപ്പൊ മടവൂരി വെച്ചിട്ട് പറഞ്ഞു അവിടെ മാത്രമല്ല കാസർഗോഡുണ്ട്, അവിടെയും വരണം. എത്രണ്ണായി? ഒരു പള്ളിക്ക് 3 ഖുത്ബ. ഇപ്പൊ എന്നിട്ട് ഇസ്ലാഹ് മാസിക എഴുതുകയാണ്, പവിത്രമായ മസ്ജിദും മിമ്പറുകളും തരംതാണ സംഘടനാ പ്രവർത്തനങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്ന കേവലം അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദികളായി മിമ്പറുകൾ മാറിയിരിക്കുന്നു. മിമ്പറുകൾ എന്തിന്റെ വേദിയായി മാറി? കേവലം സമ്മേളനങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള വേദിയായി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ തൊട്ട് കളിക്കണ്ട, നിങ്ങൾ സമ്മേളനം പറഞ്ഞോടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് അതെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ. പിന്നെ മറ്റൊന്ന്, ഇത് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നവരോ, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ഖുത്ബയുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ പള്ളിയിൽ പോയിരിക്കുന്ന അവസ്ഥ എന്താണ്, ഖുത്ബ കൊണ്ട് വല്ല നേട്ടം ഉണ്ടാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഖുത്ബ എന്നുള്ളത് ഒരു ആരാധനയാണ്. ഇനി മറ്റൊന്നുണ്ട്, ഇവിടെ വിചിന്തനത്തിന്റെ കയ്യിലുണ്ട്. ആ വിചിന്തനത്തിൽ പറയുന്നുണ്ട് ഖുത്ബ ദുരന്തം. ഖുത്ബ ദുരന്തം അത് നിങ്ങൾ പറഞ്ഞ വിഷയമാണ്. ഒരാള് പള്ളിയിൽ കയറി ചെന്നു, ഒരു മുജാഹിദ് സുഹൃത്തിനെ പറയാം, ഞാൻ മുജാഹിദിന്റെ പള്ളിയിൽ കയറി ചെന്നു. കയറിയപ്പോൾ ഖത്തീബ് മറുഗ്രൂപ്പുകാരനാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പിന്നെ എന്നെ കുറിച്ചായി ഖുത്ബ. ഞാൻ 10 മിനിറ്റ് ക്ഷമിച്ചിരുന്നു. അദ്ദേഹം പറയാം 10 മിനിറ്റ് ക്ഷമിച്ചിരുന്നു, ഇപ്പൊ തീർന്നില്ല. 15 മിനിറ്റായി, തീർന്നില്ല. 20 മിനിറ്റായി, തീർന്നില്ല. 25 മിനിറ്റായി, തീർന്നില്ല. 30 മിനിറ്റ്. അദ്ദേഹം എഴുതിയ വാക്കിങ്ങനെ ഹാളും 1-ാം ഖുത്ബ കഴിഞ്ഞു കിട്ടി. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ഖുത്ബന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, അന്നും പറയുന്നു ഇന്നും പറയുന്നു എന്നും പറയുന്നു. അതാണ് സമസ്തയുടെ പ്രത്യേകത. സമസ്തയുടെ അന്നത്വവാദവും ഇന്നത്വവാദവും എന്നത്വവാദവും ഇത് പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക പണ്ഡിത സഭ എന്ന് പറയുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനം മാത്രമാണ്. വേറൊരാൾക്കും പറയാൻ കഴിയില്ല. അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നും പറയുന്നു. 926 പറഞ്ഞതേ സമസ്ത ഇന്നും പറയുന്നുള്ളൂ. കാരണം എന്താ? സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടില്ല.
സമസ്തയുടെ സ്വന്തമായിട്ടൊന്നും പറയണില്ല. പൂർവികർ പറഞ്ഞതേ സമസ്ത കേരള ജമിയത്തിന് പറയുന്നുള്ളൂ. അതുകൊണ്ട് സമസ്തയ്ക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട സഹോദരൻ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹുദ്യത്തിന്റെ ഹിദായത്തും സത്യത്തിനോട് ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ സത്യം മനസ്സിലാക്കാനും സത്യത്തിനോട് നിൽക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ അടുത്ത കൂടി കേട്ടോ. ഓക്കെ. പിന്നെ സർ, ഉസ്താദ് ഈ മടവൂരി ജിന്നൂരി എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? യഥാർത്ഥത്തിൽ ഗീബത്തായി പോയാലും മോശണ്ടേ? അതാണ് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് അവിടെ കഴിഞ്ഞിട്ട് പോകുമ്പോ മനസ്സിലാക്കി പോകണല്ലോ. പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവരെ അങ്ങനെ ഗ്രൂപ്പാക്കി ഗീബത്ത് പറഞ്ഞതല്ല. അവരെ മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാ. പിന്നെ ഇനി മുപ്പത്തതികളെ പറഞ്ഞാൽ ഗീബത്തിന്റെ മസാല പറഞ്ഞു കൊടുത്തൊക്കെ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗീബത്ത് പറയാൻ പറ്റുന്ന 7 ഘട്ടങ്ങൾ. അതിലൊന്ന് മുപ്പത്തതികളെ കുറിച്ചാണ്. പറയാൻ പറ്റുന്നില്ല, പറയണം എന്നവിടെ പറഞ്ഞിട്ടുള്ളത്. പറയാൻ പറ്റുന്നില്ല, പറയണം. അത് ഗീബത്തിലല്ല കൂട്ടുക, സമുദായത്തിൽ സത്യം ബോധ്യപ്പെടുത്തുന്ന കൂട്ടത്തിലാണ് പെട്ടുക. നിങ്ങൾക്ക് അതിൽ വന്ന് തെറ്റിദ്ധാരണ തിരുത്താൻ നിങ്ങൾ ചോദിച്ചൊരു സന്തോഷമുണ്ടെന്നുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചോദ്യത്തിന് മുമ്പ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്റെ പേര് നിഷാദ് എന്നാണ്, പരപ്പനാട്. പ്രസ്ഥാനം തീരുമാനിച്ചിട്ടില്ല, നിസ്കരിക്കും, അത്രേ ഉള്ളൂ. പ്രസ്ഥാനത്തിനോട് ആര് പിരിവ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും പിരിവുകൾ ആർക്കും കൊടുത്തില്ല, അതൊന്നും വിളിച്ചതല്ല. നിങ്ങൾ ചോദിച്ചതല്ല. ഒരു ആദർശം ഞാൻ പറയട്ടെ. നിങ്ങള് ഫസ്റ്റ് ഫസ്റ്റ് ഹീറ്റായ ബുദ്ധിമുട്ടല്ലേ, തുടങ്ങട്ടെ. അതുപോലെ നമ്മൾ പറയണത് ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം പറയുമ്പോൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയാണ് അത് നിങ്ങൾക്ക് പറയാലോ. അതില്ലാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയാണോ? ഒരിക്കലല്ല. അല്ല, ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനമല്ല. ഞാൻ നിസ്കരിക്കൽ AP പള്ളിയിലാണ്. അല്ല, ഓക്കെ, അതിരിക്കട്ടെ. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. അതൊക്കെ അതിപ്പോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അതല്ലല്ലോ വിഷയം. ഇപ്പൊ നമ്മൾ BJP കാർ പ്രസംഗം BJP ആയിട്ട് അതല്ല അത് ചോദിച്ചു. ഞാൻ ചോദിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭാവിയാണോ? ചെറുതായിട്ട് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ച് മുജാഹിദ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. ഓക്കെ, ക്ലിയർ ആയി വരുന്നുണ്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുഭാവിയാണോ? അല്ല. കാന്തൂരി ബാബത്തിന്റെ അനുഭാവിയാണോ? തീരില്ല. അപ്പൊ കുറച്ചൊക്കെ ഉള്ളത് മുജാഹിദിന്റെ അനുഭാവിയാണ്. അല്ലെ, അതിൽ ഏത് മുജാഹിദിനുള്ള കുറച്ചൊക്കെ അനുഭവം തോന്നി വരുന്നത്? സലഫി. എല്ലാവരും നമ്മളൊക്കെ സെൽഫി എടുക്കുന്ന കാലഘട്ടമാണ്. സെൽഫി കൂടി ഈ സലഫിയിൽ ഏത് പറയും? ISM ഒക്കെ പരിപാടി എടുത്തു. അല്ലോ, ISM എല്ലാവരും ISM ആണ്. അതാണ് രസമായി കുടുങ്ങിയല്ലോ. ഞാൻ ചോദിക്കാം, പിന്നെ ഉസൈ സലഫിന്റെ ടീമാണോ? ഫൈസൽ സക്രി ആ ടീമാണോ? ബാലുശ്ശേരി. അതിൽ തന്നെ 2 ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് അറിയാൻ എനിക്കറിയില്ല. ഇത് വലിയ പ്രശ്നമാണ്, ഭയങ്കര അടങ്ങറായി. അതിപ്പോ സക്രിയാന്റെ ഗ്രൂപ്പാണോ പിന്നെ ഫൈസൽ ഗ്രൂപ്പാണോ? അപ്പൊ ഫൈസൽ ഗ്രൂപ്പ്. ഓക്കെ, ചോദിച്ചോ. ഈ ഈ മുജാഹിദുകളോട് സലാം പറയുന്നത് തെറ്റാണോ? നമ്മൾ സുന്നികള് ജമാഅത്തോട് സലാം പറയുന്നത് തെറ്റാണോ? അതാണ് ചോദ്യം. ഞാൻ AP കാരോട് ചോദിച്ചിരുന്നു, അവര് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഒരു കാഫിറുകളാണെന്നാണ് അവർ വിശദീകരിച്ചത്. ഞമ്മള് സുന്നിയാള്, നിങ്ങള് മുജാഹിദല്ലേ. ഞങ്ങളോട് നിങ്ങൾ സലാം പറയല് തെറ്റാണോ ആണ് നിങ്ങളുടെ ചോദ്യം അല്ലേ? ഞങ്ങളോട് അഥവാ മുജാഹിദുകളോട് നിങ്ങൾ അഥവാ സുന്നികൾ സലാം ചൊല്ലാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തിരിച്ച് നമുക്ക് അങ്ങോട്ടും ചോദിക്കാം. നിങ്ങൾ മുജാഹിദുകൾ കാഫിറെന്ന് വിശ്വസിക്കുന്ന, മുശ്രിക്കെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളോട് സലാം ചൊല്ലാൻ പറ്റുമോ? അത് പറഞ്ഞേ. ഞാൻ അതിന്റെ മതവിധി പറയാം. നിങ്ങൾ ചോദിച്ചതിന്റെ മതവിധി ഞാൻ എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരുടെ ഒന്നും അഭിപ്രായമല്ലാതെ ആ വിഷയത്തിൽ ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള ഇമാമുമാർ പഠിപ്പിച്ചു തന്ന ആശയം ഞാനിവിടെ പറയും. അതിന് മുമ്പായിട്ട് മുജാഹിദുകൾക്ക് സുന്നിയോട് സലാം പറയാൻ പറ്റുമോ? ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ എന്തോ കാഫിറുകളാണ് മുശ്രിക്കുകളാണ് ഏതോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര്? AP സുന്നി വിഭാഗത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചപ്പോ? ഉസ്താദല്ല, AP വിഭാഗം പ്രസംഗിച്ചപ്പോ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരത് ഇവിടെ ചോദിക്കണ്ട. ഇവിടെ ഞങ്ങൾ പ്രസംഗിച്ചു, വിശദീകരിച്ചു. ഞങ്ങൾ സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ അണിനിരന്ന ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. അഥവാ ഒരു സുന്നി മുജാഹിദിന് സലാം ചൊല്ലുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ അതിന്റെ ക്ലാരിറ്റി, അതിന്റെ വിശദീകരണം ഞാൻ നൽകും.
അല്ലെങ്കിൽ ഉസ്താദ് നൽകും. ഞാൻ ഈ ചോദ്യം അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു വിഷയം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയണം. ഒരു മുജാഹിദായി പിറന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുജാഹിദായി വളർന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുജാഹിദായി പ്രവർത്തിക്കുന്നൊരു മനുഷ്യൻ, അയാളുടെ മനസ്സിൽ അയാൾ കുടിയേറ്റിയിട്ടുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഈ സുന്യാള്, നബിദിനാഘോഷിക്കുന്ന സുന്യാളൊക്കെ കാഫിറാണ്, മുശ്രിക്കാണെന്നാണ്. അങ്ങനെയുള്ള ഈ സുന്നികളായ ആളുകളോട് മുജാഹിദ് സലാം പറയുന്നതിനെ പറ്റി എന്താണ് മുജാഹിദിന്റെ കാഴ്ചപ്പാട്? അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ല ഉസ്താദിനോട്, ഞാൻ ചെറുതായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനോട്. അതെ, ചെറുതായിട്ട്. പൂർണ്ണമായിട്ട് മുജാഹിദാന്ന് ഞാൻ ഉസ്താദിനോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയാൻ കഴിയില്ല. ഞാൻ ഉസ്താദിനോട് പറയാം, ഞാൻ നിസ്കരിക്കലൊക്കെ ഉള്ള ആളാണ്. നിസ്കരിച്ചോണ്ട് സുന്നിയാവില്ലല്ലോ. ഇല്ല, സുന്നിയാവണമെങ്കിൽ സുന്നി തന്നെ ആവണം. അത്രേ ഉള്ളൂ. ഞാൻ ഈ സലാം പറയാൻ പാടുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നു. അതെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ, അപ്പൊ നമ്മള് വിശദീകരണം ഞാൻ പറയാം. സുന്നി മുജാഹിദിനോട് സലാം പറയുന്നതിന്റെ വിധി പറയാം. മുജാഹിദിന് സുന്നികളോട് സലാം പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ബാലുശ്ശേരിക്കാരന്റെ ആ ടീമിനോട് താല്പര്യമുള്ള ആളാണല്ലോ, അവരിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്റെ ഫ്രണ്ടൊക്കെ എന്നോട് സലാം പറയല്ലേ, മുജാഹിദ്. ഓ മുജാഹിദാണ്, ഓനോട് സലാം പറയും, ഞാൻ അവനോട് സലാം. അപ്പൊ നിങ്ങൾ ചോദിച്ചൂടെ, ഞങ്ങള് സുന്നികള്, എന്റെ അമ്മ, ബാപ്പ, എന്റെ വല്യപ്പ, എന്റെ വല്യമ്മ, അങ്ങനെ പോകുകയാണെങ്കിൽ അനന്തമായ ആ പാരമ്പര്യം, അവരൊക്കെ മങ്കൂസ് മൗലിദ് എന്റെയൊക്കെ ആൾക്കാരായിരുന്നു. അവരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളുകളായിരുന്നു. അങ്ങനെയുള്ള സുന്നികളായ ഈ പരമ്പരാഗത മുസ്ലിമീങ്ങളോട് നിങ്ങൾ സലാം ചെല്ലാൻ പറ്റുമോ? കാരണം അവര് കാഫിറാന്നല്ലേ നിങ്ങളെ മനസ്സിലുള്ളത്. ഈ കാഫിറാണ് മനസ്സിൽ വെച്ചുകൊണ്ട് തൊള്ളോണ്ട് എന്തിനാ സലാം പറയുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? അത് ചോദിക്കണം നിങ്ങൾ. അത് നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. കാണുന്ന ബാലുശ്ശേരിയോടും ചോദിക്കണം. ബാലുശ്ശേരിയെ, നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസപ്രകാരം ഇവിടുത്തെ സുന്നികൾ മുസ്ലിക്കാണ്, കാഫിറാണെന്നല്ലേ? അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ എന്തിനാ ഈ സലാം പറയുന്നത്? അത് ഇരട്ടത്താപ്പല്ലേ? മനസ്സിലൊന്നും തൊള്ളോണ്ട് വേറൊന്നും, അത് കാപട്യമല്ലേ, മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ എന്ന് നിങ്ങൾ നിരന്തരം ചോദിക്കണം. അതൊരു ചോദ്യം കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യം സകല മുജാഹിദിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അതിന് നിങ്ങളൊരു നിമിത്തമാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് സൗഭാഗ്യം, സന്തോഷം. അപ്പൊ ഇനി നിങ്ങളെ ചോദ്യത്തിന് മറുപടി തരാം. നിങ്ങളെ ചോദ്യം, മുജാഹിദുകൾ ഉൾപ്പെടെയുള്ള പുത്തൻവാദികളോട് സലാം പറയാൻ പറ്റുമോ എന്നുള്ള വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുൽ അദ്കാർ എന്ന ഈ ഗ്രന്ഥമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതിന്റെ 226 പേജിൽ അദ്ദേഹം പറയുകയാണ്, ഫസ്ലുൻ വഅമ്മൽ മുബ്തദിഉ വമൻ ഇഖ്തറഫ ദംബൻ അദീമൻ വലം യതുബ് മിൻഹു. പുത്തനാശയക്കാരൻ, അതുപോലെ വൻദോഷിയായ മനുഷ്യൻ തൗബ ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ അവനും ഫയംബഗി അല്ലാ യുസല്ലമ അലൈഹിം വലാ യുറദ്ദ അലൈഹിമുസ്സലാം കദാ ഖാലഹുൽ ബുഖാരി വഗൈറുഹു മിനൽ ഉലമാ. അങ്ങനെയുള്ള പുത്തൻവാദികൾ, അതുപോലെ വൻദോഷികളായ കള്ളുടേമാര്, കൊലപാതകം നടത്തുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളോട് സലാം ചൊല്ലരുത്. അവർ സലാം ചൊല്ലിയാൽ മടക്കുകയും വേണ്ട. ഇങ്ങനെയാണ് ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വഗൈറുഹു മിനൽ ഉലമാ, മറ്റു ഉലമാക്കളും ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വഹ്തജ്ജൽ ഇമാമു അബൂ അബ്ദില്ലാഹിൽ ബുഖാരി ഫീ സഹീഹിഹി ഫീ ഹാദിഹിൽ മസ്അല. നിങ്ങളുടെ ഈ ചോദ്യം ചോദിച്ച ഈ മസ്അല, ഈ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ ഇതിന് തെളിവ് പറഞ്ഞു. ബിമാ റുവീനാഹു ഫീ സഹീഹൈൽ ബുഖാരി വ മുസ്ലിമിൻ ഫീ ഖിസ്സത്തി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാതെ മദീനയിൽ തങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു 5-6 പേജ് നീളമുള്ള ഒരു ഹദീസ് ഉണ്ട് ബുഖാരിയിൽ. ആ ഹദീസ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മസ്അലക്ക് ഇമാം ബുഖാരി തങ്ങൾ തെളിവുദ്ധരിക്കുകയും ചെയ്തു എന്നാരാ പറയുന്നത്? ഇമാം നവവി തങ്ങൾ അവിടുത്തെ കിതാബുൽ അദ്കാറിലാ പറയുന്നത്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള മുജാഹിദുകൾ അവര് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശ രംഗത്തിൽ നിന്ന് എത്രയോ പിറകോട്ട് പോയവരാണ്, അതിനെ തള്ളിപ്പറയുന്നവരാണ്. മുസ്ലിമീങ്ങൾ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന് മനസ്സിൽ താലോലിച്ച് വിശ്വസിച്ച് നടക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകളോട് സലാം ചൊല്ലേണ്ടതില്ല, അവർ ചൊല്ലിയാൽ മടക്കേണ്ടതും ഇല്ല എന്നാണ് അതിന്റെ ഇമാമുമാർ വിശദീകരിച്ച മറുപടി.
40 പേരെ സലാനൊക്കെ ചെല്ലിയിട്ടുണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം? ഇത് അതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഉസ്താദ്. നിങ്ങൾ അറിവില്ലാതെ ചെയ്തു പോയതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അഫ്വ് ചെയ്ത് സത്യം മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദ്വാർക്ക് അതന്നെ അതിനൊരു പരിഹാരം കേട്ടോ. എന്റെ പേര് സ്വാദിഖ്. ഞാൻ പെരിന്തൽമണ്ണ അടുത്താണ് എന്റെ വീട്. ഞാൻ ഇവിടെ അടുത്തുനിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഉണ്ടായ സംശയമാണ്, അതായത് ആ സംഘടന, ഞാൻ ഒരു സംഘടനയിലുമില്ല, SSF അല്ല, SKSF അല്ല, ഞാനൊരു സുന്നിയാണ്. എന്റെ ഉസ്താദ് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ ഉസ്താദും അങ്ങനെ തന്നെയാണ്. അതായത് MT ഉസ്താദിന്റെ അമ്മയുടെ മോന് അബ്ദുൾ റസാഖ് അൻവരിയാണ് എന്റെ ഉസ്താദ്. അപ്പൊ എന്റെ സംശയം ഇപ്പൊ ഉണ്ടായ ഒരു വസ്വാസാണ്. അതായത് ഫസ്റ്റത്തെ ചോദ്യം കേട്ടപ്പോ എനിക്ക് നിയമസഭയാണെന്ന് തോന്നി, അതായത് സംവരണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ. അപ്പോ എനിക്കതിന്നൊരു സംശയം ഉണ്ടായത്, നമ്മുടെ നേതാക്കന്മാര് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞതാവും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നത് നമ്മൾ നിഷിദ്ധമാണെന്ന് നമ്മളെ സമസ്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ വിധി എന്താണ് നമ്മുടെ സമസ്തയുടെ? അതെനിക്കറിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ വിധി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ വിധി. മത്സരിക്കാൻ പറ്റൂല, വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, മത്സരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതൊക്കെ നമ്മുടെ സമകാലികവും രാഷ്ട്രീയവും രാജ്യത്തിന്റെ ഭരണഘടനാപരവുമായ വിഷയങ്ങളാണ്. അതാണ് നേരത്തെ അഷ്റഫ് ഉസ്താദ് പറഞ്ഞത്. അത് നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ആദർശമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദർശം എന്ന് പറയുന്നത് അഖീദയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഒരാൾ സുന്നിയാകൽ എപ്പോഴാണ്, ഒരാൾ എപ്പോഴാണ് പുത്തൻവാദിയാവുക? എന്തുകൊണ്ടാണ് മുജാഹിദ് പുത്തൻവാദിയായത്? ജമാഅത്ത് എന്തുകൊണ്ട് പുത്തനാശയക്കാരനാണെന്ന് സമസ്ത പറയുന്നു? എവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണിത്. സംവരണത്തിൽ സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വവുമായി വരുന്ന സ്ത്രീകൾക്ക് പൗരന്മാരായ നമ്മൾ വോട്ട് ചെയ്യുക. സ്ത്രീകൾ സ്ഥാനാർത്ഥിയാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. വോട്ട് ചെയ്യാൻ പറ്റും. എന്റെ വാർഡിലുള്ള സ്ത്രീ സ്ഥാനാർത്ഥിയെ ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, അതിനൊന്നും കുഴപ്പമില്ല. അവള് മത്സരിക്കുന്നതേ കുഴപ്പമുള്ളൂ. അപ്പൊ അതൊക്കെ പണ്ഡിതോചിതമായ മറ്റു ചില ചർച്ചകളിലൂടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇവിടെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാണില്ലേ? അത് ഇവിടെയല്ല അത് ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ ട്രെൻഡ് ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഈ സന്ദർഭത്തിൽ നമ്മൾ അതല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ പരപ്പനങ്ങാടിയിലൊരു സാഹചര്യമുണ്ട്. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി വിമർശിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഇവിടെ പരിപാടി വെച്ചു. ആ പരിപാടിയുടെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള യോഗമാണിത്. ഇവിടെ ആദർശപരമായ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ മുജാഹിദ് നമ്മുടെ തർക്കമുള്ള ഒരു വിഷയമാണ് ജുമാഅക്കും ജമാഅത്തിനും പെണ്ണുങ്ങൾ പോകണോ പോണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടുത്തെ രാഷ്ട്രീയപരവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരവുമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ പ്രസക്തമല്ല എന്ന് താങ്കൾ അറിയിക്കാം. അതായത് ഞാൻ ചോദിച്ചത് ആദർശം തന്നെയാണ്. അതായത് സ്ത്രീകൾ പള്ളിക്ക് പോകുന്നതിനെ പറ്റിയിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ മുജാഹിദാണുള്ളത്. അവിടെ SSFും SKSFും കൂടുതലില്ല, അവിടെ കൂടുതൽ മുജാഹിദാണുള്ളത്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ പെണ്ണുങ്ങളെ വേദിയിൽ ഇരുത്തുന്നത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയും പറയുന്നു. അപ്പോ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കുക, അത് നിങ്ങളെ പണ്ഡിതന്മാർ തന്നെ ഇത് പറയുന്നു എന്ന് പറയണം. അപ്പൊ ഞാൻ അവിടുത്തെ ഏത് മുജാഹിദാണ് പറഞ്ഞത്? എന്റെ സാധാരണക്കാരൻ അല്ല, നിങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നു എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് മുജാഹിദാ ചോദിച്ചിട്ടുള്ളത്? അതായത് ഞാൻ സാധാരണ അങ്ങനെ മുജാഹിദ് ചോദിക്കൂല. നിങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്നില്ലല്ലോ, നിങ്ങൾ ഇലക്ഷനിൽ പെണ്ണുങ്ങളെ നിർത്തുന്നുണ്ടല്ലോ, അങ്ങനെ മുജാഹിദ് ചോദിക്കൂല. വെറുതെ മുജാഹിദിനെ പറ്റി ഇല്ലാത്ത പറയാൻ പറ്റൂല. മുജാഹിദ് പറയാത്ത നമ്മൾ പറയാൻ പറ്റൂല. ഒരു മുജാഹിദോ പറയില്ല, അത് ചോദിക്കൂല. മുജാഹിദ് ഇങ്ങനെയൊക്കെ ചോദിക്കും, നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ പെണ്ണുങ്ങളെ ദിക്റിൽ കൊണ്ടുപോകുന്നുണ്ട്,
അങ്ങനെയൊക്കെ മുജാഹിദ് ചോദിക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ സ്ത്രീകളെ, ഇവിടെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്, അതെങ്ങനെ? അതൊന്നും ഒരു മുജാഹിദ് ഇതുവരെ ചോദിച്ചിട്ടില്ല. വെറുതെ നമ്മൾ മുജാഹിദിന്റെ പേര് ഇല്ലാത്ത പറയരുത്. എന്നോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇവിടെ അടുത്തുള്ള ഒരു സക്കാഫിക്കലിനെ വിളിച്ചു. ഞാൻ നമ്പർ കിട്ടിയിട്ട് സക്കാഫിക്ക് വിളിച്ചിട്ട് ആള് പറഞ്ഞു ഫോണിൽ കൂടെ എന്നെ ബന്ധപ്പെട്ടാൽ നടക്കൂല. ഞാൻ വേറൊരു ഉസ്താദിനെ വിളിച്ചു, അയാളും ഇതേപോലെ തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ മൂപ്പര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി, അരിയൂർ ആ ഭാഗത്ത് എവിടെയാണ്. അപ്പൊ അവിടെ പോയപ്പോ മൂപ്പര് പറഞ്ഞു, അല്ല മൂപ്പര് അവിടെ അല്ല, സിദ്ദീഖ് സഖാഫിക്ക ഇരിക്കും. അപ്പോ അതിനെ പറ്റിയിട്ട് ഉസ്താദ് ഒരു വിവരം തന്നാൽ, ഇപ്പൊ എനിക്ക് സാധാരണക്കാരായ മുജാഹിദ് എന്താണ് നമ്മളോട് മുജാഹിദ് ചോദിക്കൂല. സാധാരണക്കാരായ മുജാഹിദാവട്ടെ, പ്രത്യേകക്കാരായ മുജാഹിദാവട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നു എന്ന ചോദ്യവുമായിട്ട് ജുമാ ജമാഅത്തിനെ ബന്ധിപ്പിക്കൂല. അല്ല, എന്തുകൊണ്ട് ബന്ധിപ്പിക്കൂല? അത് നിങ്ങൾ മുജാഹിദിനെ പറ്റി ഉണ്ടാക്കി പറയാൻ പറ്റൂല. മുജാഹിദ് അങ്ങനെ ചോദിക്കൂല. അല്ല, മുജാഹിദ് അങ്ങനെ ചോദിക്കൂല എന്നല്ല, മുജാഹിദ് ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞു ചോദിച്ച മുജാഹിദിനെ കൊണ്ടുവരും. വെറുതെ നമ്മൾ തരുമോ? ഒരു മുജാഹിദിന്റെ പേരിൽ അവർ ഉന്നയിക്കാത്തൊരു ചോദ്യം ഇവിടെ ഒന്ന് കാണും ചോദിക്കാം. മുജാഹിദ് ചോദിക്കുന്നുണ്ട്, മുജാഹിദ് ചോദിക്കൂല. ഉസ്താദിന്റെ വീട് എനിക്ക് അറിഞ്ഞവാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ അല്ല, ഞാൻ അയാളെ വീടിന് അങ്ങോട്ട് വരാം. ഇപ്പൊ എന്തായാലും കൊണ്ടല്ലേ നടക്കൂല. എന്റെ നാട് ഉസ്താദിന് അറിയില്ല പെരിന്തൽമണ്ണാന്നുള്ളത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു തീരുമാനം പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതെല്ലാം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതും ഓക്കെ, എനിക്ക് സമ്മതമാണ്. മുജാഹിദ് ചോദിക്കാത്തൊരു ചോദ്യം മുജാഹിദ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചാൽ സമസ്തയുടെ തീരുമാനം ഇവിടെ പറയുകയില്ല. മുജാഹിദ് ചോദിച്ചതാണ്. ചോദിച്ച ആളെ കൊണ്ടുവരും. ആയിക്കോട്ടെ, ആളുകൾ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ അതിന് വേണ്ട മറുപടി തരും. അപ്പൊ ജനങ്ങൾ വിദ്യകളാണ് നടത്തും. ജനങ്ങൾ നിങ്ങൾ മുജാഹിദിന്റെ പേര് ഇല്ലാത്തൊരു ചോദ്യം ചോദിച്ചതാണ്. എന്നോട് ചോദിച്ചതാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനം സാധാരണക്കാരനാ, മുജാഹിദിന്റെ നേതാവല്ല, സാധാരണക്കാരെ ഇനി സ്ഥലം പറഞ്ഞ വല്ലപ്പോഴുള്ളൊരു മുജാഹിദിന്റെ ഒരാൾ എന്നോട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ സ്ത്രീ ജുമാ ജമാഅത്തിനെ കുറിച്ചിട്ട് അങ്ങോട്ടും വർത്താനം ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചതാണിത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു തങ്ങളെ തങ്ങൾ പറഞ്ഞു. അപ്പൊ അയാൾ മറുപടി പറഞ്ഞില്ല. അല്ല, അത് അപ്പത്തെ കാര്യമാണ്. അത് ശേഷമാണ് ഞാൻ പിന്നെ സഖാഫിനോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് മറുപടി കിട്ടിയില്ല. അപ്പൊ ഉസ്താദ് ഒരു മറുപടി തരികയാണെങ്കിൽ എനിക്ക് മുജാഹിദ് ചോദിക്കൂല. അങ്ങനെ ഒരു മുജാഹിദ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ ഞങ്ങളെ വീട്, എന്റെ വീടും പെരിന്തൽമണ്ണക്ക് അടുത്താണ്. നാളെ ആ മുജാഹിദിനേറ്റ് എന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ പെരിന്തൽമണ്ണ 2 കിലോമീറ്റർ അപ്പുറം മാനത്തുമംഗലം ജുമാഅത്ത് പള്ളിയിൽ നാളെ 10 മണിക്ക് ഉണ്ടാവും. അപ്പൊ കൊണ്ടുവന്നാൽ മതി. ഞാൻ മുജാഹിദാണ്. അദ്ദേഹം ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ചോദ്യം? ഏത് മുജാഹിദ്? ഏത് മുജാഹിദ് ആശയം എല്ലാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുജാഹിദ് ഏതെന്നപ്പോ ഇങ്ങനെ അറിയണം. കാരണം എന്താ അറിയോ, മുജാഹിദ് എന്ന് പറയുമ്പോൾ ഒരു മുജാഹിദ് കാഫിറാന്ന മറ്റേ മുജാഹിദ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ KNM ആശയക്കാരനാണ്. ഏത് KNM? ഔദ്യോഗിക KNM. ഓക്കെ, KNM എന്ന് പറയുമ്പോൾ 2 KNM ഉണ്ട്. അപ്പൊ ഔദ്യോഗികമായ അനീഫ് കായക്കൊടി, AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ നിലകൊണ്ടിരുന്ന ആ മുജാഹിദിന്റെ ആശയക്കാരനാണ്. നിങ്ങളെ പേര് പറഞ്ഞില്ല. പേര് മിസ്അബ്, സ്ഥലവും പരപ്പനങ്ങാടി. നിങ്ങളെ ചോദ്യം എന്താണ്? ചോദ്യം തന്നെ, മുജാഹിദുകൾ സ്ത്രീകളെ മറ്റേ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എപിക്കാരായ ആളുകളെ എനിക്ക് വിശദീകരിച്ചത് നബിയുടെ ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, എന്നാൽ ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല. ബുഹാരിയിൽ ഹദീസുകളുണ്ട്, മറ്റേ ഇതിലിരുന്നതും അതേപോലെ കുറെ ഉണ്ട്. അതെല്ലാം നമ്മൾ വിശദീകരിക്കണം. അപ്പോ ഇങ്ങോട്ട് പറഞ്ഞെന്താ, സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് ഈക്കയിലെ ആളുകൾ തന്നെ ഇഷ്ടംപോലെ പറഞ്ഞു നടക്കുന്നത് കുറെ കേട്ടിക്കണം. പ്രത്യേകിച്ച് ഒരു മറ്റേ ഉസ്താദ് നബി തങ്ങൾ എടുക്കൂല എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കേട്ടിക്കണ്. ഒരു അന്യ സ്ത്രീന്റെ മുഖത്ത് നോക്കിയാൽ, ഒരു ടെലിവിഷനിലൂടെ ഒരു പെണ്ണിന്റെ വാർത്ത കേൾക്കുന്ന പെണ്ണിനെ നോക്കിയോണ്ട് അള്ളാന്റെ റസൂൽ മെയിൻ ചെയ്യാത്ത കഥകളൊക്കെ കുറെ ഞങ്ങൾ കേട്ട ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കെ സംസ്ഥയുടെ ഔദ്യോഗിക ഈക്കക്കാരാണ് ഈ ലീഗ് തലക്കേറ്റി നടക്കുന്ന ആൾക്കാര്. അവര് ആ ആളുകള് അല്ല മുജാഹിദുകളുണ്ട്. ഞാൻ പറഞ്ഞതല്ല മുജാഹിദ്. ആ വിഷയത്തിൽ മുജാഹിദിന്റെ നിലപാടെന്താ? സ്ത്രീ അല്ല, ആ വിഷയം ഞാൻ പറയട്ടെ. ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയമായ ഭരണഘടനാപരമായിട്ട് ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, ആ സ്ത്രീകൾക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്യുക, അതൊക്കെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു മന്ത്രിയെ ജയിപ്പിക്കും, ആ മന്ത്രി ചിലപ്പോൾ കള്ളിന്റെ മന്ത്രിക്കാരോ, അല്ലേ? അങ്ങനെ കള്ളിന്റെ മന്ത്രിയെ ജയിപ്പിക്കാൻ ഇസ്ലാമിന് വകുപ്പുണ്ടോ?
എന്താ അതിന്റെ തീരുമാനം? മുജാഹിദിന്റെ കാഴ്ചപ്പാടെന്താ? സമസ്തയുടെ കാഴ്ചപ്പാടെന്താ? അപ്പൊ മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട്, CPM-ന്റെ കാഴ്ചപ്പാട്, രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊന്നും സമസ്തയുമായിട്ട് കൂട്ടിക്കെട്ടണ്ട. രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്ത് ന്യൂനപക്ഷം എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ മൗനം പാലിക്കുകയോ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള രൂപത്തിൽ ഒരു പക്ഷേ അതിനനുഗുണമായിട്ട് നിലപാട് സ്വീകരിക്കുകയോ ചെയ്യും. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പൊതു സ്വഭാവവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഈ ആദർശ സംവാദത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യമല്ല, ഈ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിൽ ഈ സമസ്തയുടെ EK സമസ്തയുടെ നിലപാട് എന്താണ്? അത് അനുവദനീയമാണോ അല്ലേ എന്നതാണ്. പൊതുരംഗത്ത് സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് ശർഈയായിട്ട് അനുവദനീയം അല്ല എന്നാണ്. അപ്പൊ അല്ലല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഫമറ ഇതിൽപ്പത്ര വലിയ ചർച്ച ചെയ്യാനുള്ളത്. പക്ഷേ കുറെ ആളുകൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ മറ്റേ പണ്ഡിതന്മാരായ ആളുകളടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ കൊടിയും കെട്ടി ഇങ്ങനെ പായുണ്ടല്ലോ, അപ്പൊ ദീനൊന്നും പ്രവർത്തനമൊന്നും അങ്ങനെ ആവാൻ പാടുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ ആരത് പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആയിഷാ ബീവിയൊക്കെ ഇഷ്ടംപോലെ ഹദീസ് ഓതി കൊടുത്ത ആൾക്കാരാണ്. ഈ പ്രവർത്തിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതിന് കൂലിയും കിട്ടും. പിന്നെ ഞങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല, അതിനാണ് ഞങ്ങൾ എതിർക്കണേ. നിങ്ങളൊരു ആശയം കൊണ്ടുവന്നതിനെയാണ് എതിർക്കുന്നത്. സുഹൃത്തെ, ഞാൻ പറഞ്ഞു നമ്മളെ മതത്തിന്റെ വിധിയാണ് ഞങ്ങൾ പറഞ്ഞത്. മതത്തിന്റെ വിധി രാജ്യത്ത് പൂർണ്ണമായി ഇവിടെ മുജാഹിദുകളോ സുന്നികൾക്കോ നടപ്പിലാക്കാൻ കഴിയൂല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം പാടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ക്യാമ്പസുകളിലും സുന്നികൾ നടത്തുന്ന ക്യാമ്പസുകളിലും മുജാഹിദ് നടത്തുന്ന ക്യാമ്പസുകളിലും ആ ഇസ്ലാമിന്റെ നിയമപ്രകാരം അല്ല നടക്കുന്നത്. ഒരുപാട് ഇഖ്തിലാത്തുൻ നിസാഇ ബിർ റിജാൽ, സ്ത്രീ പുരുഷ സങ്കലനമൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഒരുപാട് നമ്മുടെ ശർഇന്റെ, നമ്മുടെ ഫിഖ്ഹിന്റെ, നമ്മുടെ ദീനിന്റെ നിയമത്തിന് എതിരായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ വളരെ വ്യക്തമായ നിയമമാണ് കള്ള് കുടിക്കാൻ പാടില്ല, അല്ലേ? ഇവിടെ കള്ളിന്റെ നിയമം, കള്ളിന്റെ മദ്യനയം, ഈ വിഷയത്തിലൊക്കെ നമ്മൾ മന്ത്രിമാരെ വരെ നിയമിക്കുന്നുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു കള്ളിന്റെ മന്ത്രി ഉണ്ടാകാൻ പറ്റുമോ? അപ്പോ നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ഈ രാജ്യത്ത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭരണരംഗത്ത് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പൊ നമ്മളെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചില സംഗതികൾ നമ്മൾ മൗനം പുലർത്തും. അത് ഞാനും നീയും അല്ല തീരുമാനിക്കണം, അത് നമ്മുടെ നേതൃത്വം, സമുദായ നേതൃത്വം, മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാര്, ഖായിദെ മില്ലത്തിനെ പോലുള്ള, ഖായിദുൽ ഖൗമിനെ പോലുള്ള, അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പോലെയുള്ള, ഇസ്മായിൽ, അതുപോലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലുള്ള അവരുടെ കാലം മുതൽക്കേ ചില നീക്കുപോക്കുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. അത് അങ്ങനെ അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. അപ്പൊ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ആവശ്യമായ നിലപാടുകൾ അതിവിടെ ചർച്ച ചെയ്യരുത്, അതിവിടെ ചോദിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. അതിവിടെ പറയട്ടെ. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞു ആയിഷാ ബീവി ഹദീസ് ഓതി കൊടുത്തിട്ടില്ലേ? ഹദീസ് ഓതി കൊടുക്കുന്നത് പൊതുപ്രവർത്തന, ഭരണപ്രവർത്തന. ആ കേൾക്കുക, ആയിഷാ ബീവിനോട് ഖുർആൻ എന്താ പറഞ്ഞറിയോ? അല്ല, ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഖുർആൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? വഇദാ സഅൽതുമൂഹുന്ന, എങ്ങനെയാണ് ഖുർആന്റെ ആയത്ത്? ഇങ്ങനെ അല്ല, ഫസ്അലൂഹുന്ന മിൻ വറാഇൽ ഹിജാബ്. ആയിഷാ ബീവിയോട് ഒരു മസല ചോദിക്കുമ്പോ മറന്റെ പിന്നിലിരുന്നു കൊണ്ട് ചോദിക്കണം. ഇതാ ശരിക്കും ആ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഖുർആൻ നോക്കാതെ ആയിഷാ ബീവി എന്നറിയില്ല. ഖുർആനിൽ പറയാണ്, കണ്ടോ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നബിയുടെ ഭാര്യമാരോട് എന്ത് ചോദിക്കുകയാണെങ്കിലും കർട്ടന്റെ പിന്നിലിരുന്ന് ചോദിക്കാൻ പറ്റുള്ളൂ എന്നാ. ഒരു പൊതുവായിട്ട് ഇങ്ങനെ രംഗത്ത് വരാൻ പാടില്ല എന്നാ ഖുർആനായി പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ആയിഷാ ബീവിന്റെ സംഭവം പറയുന്നത് ഖുർആൻ സ്വീകാര്യമില്ല.
ആയിഷാ ബീവി ഹദീസ് ഓതി കൊടുത്തിട്ടില്ലേ? ആ ആയിഷാ ബീവിയോട് നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, എന്ത് ചരക്ക് അവരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, പൊതുവായിട്ട് ഇങ്ങനെ നേർക്കുനേരെ നിന്നുകൊണ്ടേ സ്റ്റേജും ആയിഷാബി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പ്രസംഗിക്കുക, പുരുഷന്മാരിങ്ങനെ ഇരിക്കുക പാടില്ല എന്നാണ്. പിന്നെ എന്ത് ചെയ്യണം? ഒരു കർട്ടൻ വേണം, ഒരു മറ വേണം. മറയുടെ പിന്നിൽ നിന്നേ അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ. അവര് സ്വകാര്യതയിൽ നിൽക്കട്ടെ. ഖുർആനായി പറയുന്നത് വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയട്ടെ. ഖുർആനാണ് ഈ പറയുന്നത്. നബിയുടെ ഭാര്യമാർ, ഒന്ന് മൈമൂന ബീവിയും പിന്നെ ആയിഷ ബീവി, മറ്റേ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം കടന്നു വരുന്ന സമയത്ത് രണ്ട് ഭാര്യമാർ, ഒന്ന് മൈമൂന ബീവിയാണ്, മറ്റേ ഒരു ബീവി, രണ്ട് ആയിഷ ബീവി അല്ലേ? ആയിഷ ബീവിയും മൈമൂന ബീവിയും നബിയും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന അന്ധനായ സഹാബി ഇങ്ങനെ കടന്നു വരുന്നത്. നബി പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോണം. അപ്പൊ അത് കണ്ണ് കാണാത്ത സഹാബിയല്ലേ, ആ സഹാബി ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളെ കാണുന്നില്ലെങ്കിലും അഫ അംയാവാനി അന്തുമ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് പോകണം. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു സംശയം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു സംശയം നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അത് ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് എന്ന് എപിക്കാർ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നിങ്ങൾ വളരെ വ്യക്തമായ ഒരു ഉസൂല് അഥവാ ഹദീസുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്റെ സംസാരം നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ സംസാരം ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ, നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ശരിക്കും മനസ്സിലാക്കണം, നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. നബിയാണെങ്കിലോ ആ സംഭവത്തിന് എതിരിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഉമ്മത്തുകളായ നമ്മൾ അമല് ചെയ്യേണ്ടത് നബിയുടെ കാലത്തുള്ള സംഭവം വെച്ചിട്ടാണോ നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണോ? നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ല? അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് രണ്ടും ബുഖാരിയിൽ കാണാം. അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? നബിയുടെ പ്രവൃത്തിയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്, അതോ നബിയുടെ കൽപ്പനയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്? നബിയുടെ കൽപ്പനയാണ്, നബിയുടെ ഡയറക്ഷൻ, നബിയുടെ നിർദ്ദേശം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം. നമ്മളിങ്ങനെ നിന്നിട്ട് വെള്ളം കുടിക്കല്ല വേണ്ടത്. നബി കുടിച്ചു എന്ന് ബുഖാരിയിലുണ്ടല്ലോ എന്ന് പറയല്ല വേണ്ടത്. അതിന് അതിന്റേതായ വിശദീകരണം കൊടുക്കണം. എന്നതുപോലെ നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്ന് വിശദീകരിച്ച ഇമാമുമാരുണ്ട്. അത് നബിയുടെ കാലത്തേക്ക് മാത്രം പരിമിതമാണ് എന്ന് വിശദീകരിച്ച ഇമാമുമാരുണ്ട്. അത് സാർവത്രികമായി മൗലികമായി സാമാന്യവൽക്കരിച്ച് പറയേണ്ടതല്ല. എന്തുകൊണ്ട്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നബിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഉമ്മു ഹുമൈദിനി സായിദിയ എന്ന സഹാബി വനിത വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയുടെ പള്ളിയിൽ അങ്ങയുടെ സഹാബിമാരോടൊപ്പം ഞാൻ നിസ്കരിക്കാൻ ജമാഅത്തിന് വരട്ടെയോ? നബി പറഞ്ഞു, വേണ്ട, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ. ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ എന്ന് നബിയും ചില പെണ്ണുങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരായാൽ നമ്മൾ ഉമ്മത്തുകൾ സ്വീകരിക്കേണ്ടതും അമൽ ചെയ്യേണ്ടതും നബിയുടെ വാക്കിനെയാണ്. നബിയുടെ കാലത്തുണ്ടായ വാക്കിഅത്ത് അഥവാ സംഭവത്തെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവലംബിക്കേണ്ടത്. മനസ്സിലായി പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാം. ഇദാ ഖാലഫൽ ഖൗലു വൽ ഫിഅലു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ മുത്തബഉ വൽ ഖൗൽ. നബിയുടെ കാലത്തുള്ള ഒരു വാക്കും നബിയുടെ ഒരു പ്രവർത്തനവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരുണ്ടെങ്കിൽ നാം സ്വീകരിക്കേണ്ടത് വാക്കിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞത്, പെണ്ണുങ്ങൾ അവർ പള്ളിയിൽ പോണ്ട, നിസ്കരിക്കാൻ പള്ളിയിൽ പോണ്ട, അവർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ കൂടിക്കൊള്ളട്ടെ എന്ന് പറയാൻ കാരണം ഈ കാരണത്താൽ. അല്ലാതെ അവർ ഈ ഹദീസൊന്നും കാണാത്തതുകൊണ്ടല്ല, അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ.
ഞാൻ സ്ത്രീകൾ പള്ളി പറയട്ടോ ഒന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി വരുന്ന സമയത്ത് അവിടെ നബിയുടെ ചാരത്തുണ്ടായിരുന്ന ഭാര്യമാർ ആയിഷ ബീവി അല്ല, ഒന്ന് ഉമ്മു സലമ ബീവിയും മൈമൂന ബീവി, രണ്ട് ഭാര്യമാരാണ്. ഞാൻ സ്ത്രീകൾ പള്ളി കയറണതൊന്നല്ല ചോദിച്ചത്. ആയിഷാബി അതീസോദിയതല്ല. ആയിഷാബി അതീസോദിന്ന് ഞാനല്ല പറഞ്ഞു, എന്നോട് പറഞ്ഞതാണ്. സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കണേന് കുഴപ്പമില്ല, ആയിഷാബീവി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വാദമല്ല. എന്നോടൊരു ഈക്കക്കാരനായ ആളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളിൽ സ്ത്രീകളുണ്ടല്ലോ, അത് നിങ്ങളുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു അവർ പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചാൽ കൂലി കിട്ടും, അത് നല്ല കാര്യമാണ്, അത് ജനങ്ങളുടെ അവർക്ക് എളുപ്പമാക്കാനുള്ള കാര്യമാണെന്ന് അവരിങ്ങോട്ട് വിശദീകരിച്ചതാണ്. അത് എന്റെ തലയിൽ ചാർത്തിയാണ്ടുള്ള ഒരു മറുപടി, അത് ഒട്ടും ശരിയല്ല. പിന്നെ സ്ത്രീ പള്ളി പ്രവേശനം ഞാൻ ചോദിച്ചിട്ടുമില്ല, അത് അതിന്റെ വിശദീകരണമല്ല. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. ഈ ഒരു ഇതിൽ നിങ്ങൾ പറഞ്ഞു നമ്മുടെ കോളേജുകളിൽ പോലും ഇങ്ങനെ ഇസ്ലാമികമായ ചട്ടവട്ടങ്ങൾ പാലിക്കാൻ കഴിയണില്ല. നമ്മൾ നിയന്ത്രിക്കുന്ന കോളേജുകളിൽ നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഇസ്ലാമികമായ ചട്ടവട്ടം അള്ളാഹു നമുക്ക് നൽകിയ ഒരു ചട്ടവട്ടമുണ്ട്. ആ ചട്ടവട്ടം പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോയാ പാലിക്കേണ്ടത്? നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളല്ലാതെ പിന്നെ ആരാ അത് പാലിക്കേണ്ടത്? പ്രിയ സഹോദരൻ, നിങ്ങൾ സംശയപ്പോ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ട് എനിക്ക് ധാരാളം സംശയങ്ങൾ ഇപ്പോ പറയുമ്പോൾ പറഞ്ഞ ഒന്നും അല്ല നിങ്ങൾ സംശയം തന്നെ. നിങ്ങൾ സംശയം എന്താണ് പറയും? തീർത്തു പറയും. ഇതാദ്യം വിചാരിച്ചതാണ്, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യകർത്താവിന് ഇങ്ങനെ ഇതാക്കുന്നത് ഉറപ്പാണ്. അത് വേറെ വിഷയം. അത് നമ്മൾ ആവണ സംവാദം കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമുക്ക്. അതൊന്ന്. രണ്ട്, ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, സ്ത്രീകൾ പൊതു പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉസ്താദ് നേരത്തെ വിശദീകരിച്ചു നമുക്ക് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കാൻ ഇവിടെ കഴിയുന്നില്ല. നമ്മൾ ഭരിക്കുന്ന കോളേജുകളിൽ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞോ? അത് ക്ലിയർ ആയോ? ഏത് ചോദ്യം? നിങ്ങൾ ആദ്യം ചോദിച്ചത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ലേ? അത് ക്ലിയർ ആയോ? അപ്പൊ അത് ഞങ്ങൾ പ്രവർത്തകന്മാർക്ക് വേറൊരു വാദം, ഉസ്താദുമാർക്ക് വേറൊരു വാദം. അത് ഏത് പ്രവർത്തകൻ പറഞ്ഞു? ഒരു പ്രവർത്തകന്മാർ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ? അപ്പൊ അതെല്ലാം ഉറപ്പായില്ലേ? അത് ആയിരിക്കും. അത് ഒരു പ്രവർത്തകൻ സാധാരണക്കാരൻ എന്ത് അതിനാണല്ലോ നമ്മൾ എഴുതി വെക്കുന്നത്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ തന്നെയാണല്ലോ ഞങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതൊരു ഉസ്താദുമാരോ ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല്, നിങ്ങൾ ചോദിച്ചതിന് സ്ത്രീകളെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളുടെ നമ്മളെ കുറെ പണ്ഡിതന്മാരെ ഫോട്ടോ വെച്ചിട്ടാണ് വോട്ടിന് തരുന്നത്. ഫ്ലെക്സിൽ ഞാൻ പറഞ്ഞില്ല, സമസ്ത കേരള ജമിയത്തിനുള്ള ഒരു പ്രവർത്തകന്മാരും പറഞ്ഞാൽ SKSന്റെ പ്രവർത്തകന്മാർ ഔദ്യോഗികമായിട്ട് എവിടെയും SKSന്റെ ബാനറിൽ എവിടെയും ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ച് കണക്കെത്താൻ കഴിയില്ല. SKSSFന്റെ അല്ല, പിന്നെ ഞങ്ങളിപ്പോ SKSF അല്ലേ, പിന്നെ തങ്ങളെ ഫോട്ടോ ഉണ്ട്, തങ്ങളെ ഫോട്ടോ ഉണ്ട്. സഹോദര, നിങ്ങൾക്കറിയില്ലേ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ ശിഹാബുദങ്ങളുണ്ട്, ബാഫക്കി തങ്ങളുണ്ട്, അറിയില്ലേ? അവരൊന്നും തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് സമസ്തന്റെ നേതാക്കന്മാരായിട്ടല്ല. അതും അറിയണ കാര്യമില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അതാണ് അർത്ഥം ചോദിച്ചത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ നാട്ടിൽ ഇവിടെ ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു MLA നിലവിൽ കള്ള വകുപ്പിന്റെ മന്ത്രിയാണെങ്കിൽ അയാളോട് തെരഞ്ഞെടുപ്പിന് വെച്ചിട്ട് വോട്ട് ചെയ്യോ? മുജാഹിദ് വോട്ട് ചെയ്യോ? ഞാൻ ചോദിച്ചത് അത് പറഞ്ഞ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ട് അല്ല, നീയേ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ. ഞങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾ മുൻകർ നിൽക്കുന്ന മയ്യത്താവണ്ട. ഇത്രയും നേരത്തെ ഉസ്താദ് നല്ലവർക്ക് വിശദീകരിച്ചെന്ന് ഞങ്ങളുടെ തീരുമാനം എന്താണ്, നിലപാടും ഇവിടെ ഞങ്ങളുടെ വിഷയം അതല്ലാഞ്ഞിട്ട് പോലും നീ ഒരു മുജാഹിദ് സഹോദരനാണെന്ന് പറഞ്ഞപ്പോ നിന്റെ തെറ്റിദ്ധാരണ തീർന്നോട്ടേ ഇത്രയും നിലക്ക് പണ്ഡിതോചിതമായി വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടും അപ്പൊ നിനക്ക് അതല്ല ചോദ്യം. നിന്റെ ചോദ്യം എന്തായിരുന്നു? സ്ത്രീകൾ പൊതുരംഗത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അത് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നെ കോളേജിൽ നടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. മുജാഹിദ് കോളേജ് നടക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നോ? ഓരോ മുജാഹിദിന്റെ കോളേജിൽ നടക്കുന്ന വിഷയം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആ ശൈലിക്കല്ല ഇവിടെ വന്നിട്ടുള്ളത്, അറിയോ? അതിനല്ല ഞങ്ങൾ വന്നത്. മാന്യമായിട്ട് ചോദിച്ചാൽ മാന്യമായി കൊണ്ടുവന്നില്ലേ? എത്ര നേരം ഞങ്ങളെ വിഷയം അതെല്ലാം പറഞ്ഞു. നിങ്ങൾ സ്ത്രീ ജമാഅത്ത് ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഞാനൊരു മുജാഹിദാണ് പറഞ്ഞപ്പോ മാന്യമായ നിലക്ക് ഇത്രയും വിശദീകരിച്ച് തന്നപ്പോ വിഷയം മാറുക. എന്നിട്ട് പറയാ ചോദ്യകർത്താവിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുക. ആവളിൽ കണ്ടവൻ എന്താ ആവളിൽ എന്താണ്ട് എന്ന് പറഞ്ഞ ആവളിൽ എന്താണ്ട് എന്ന് പറയാം. അതെ, ആവളിൽ കണ്ട് ഞങ്ങൾ കണ്ടു, എല്ലാരും കണ്ടു. ആവള സംവാദം കഴിഞ്ഞപ്പോ ഒരു മുജാഹിദ് പണ്ഡിതൻ അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തിലേക്ക് കടന്നു വന്ന സഹോദര. എന്തുകൊണ്ടാ കടന്നത്? ആവള കണ്ടോണ്ടാ.
അതൊന്നും പറയണ്ട. നിനക്ക് ചോദിക്കാം. അതൊന്നും പറയണ്ട. അത് ആവളെ പറഞ്ഞൊക്കെ പറഞ്ഞാണ്. നിനക്ക് ചോദിക്കാൻ ആദർശമായിട്ട് ചോദിക്കണം. ചോദിക്കും. പറയാം. എന്റെ ചോദ്യം ഇപ്പോൾ അവിടെ അവശേഷിക്കാണ്. ഏത്? സ്ത്രീകൾ പറഞ്ഞ മസർ പറഞ്ഞില്ലേ? അപ്പൊ അത് അതിനെതിരാണ് അങ്ങനെ മത്സരിപ്പിക്കാൻ പറഞ്ഞു. പിന്നെന്താ കഴിഞ്ഞു. പിന്നെ മുജാഹിദുകൾ അങ്ങനെ ചോദിക്കൂല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് വേറെ മൂപ്പരോട് പറഞ്ഞല്ലോ. ഞങ്ങൾ തീർത്തോളാം. നിങ്ങളെ സംശയം കഴിഞ്ഞോ? അല്ല അതന്നെ, അത് നമ്മളെ സംശയമുണ്ട്. ഞാൻ ഒരു മുജാഹിദുകാരനാണ്. ഏത് മുജാഹിദ് എന്തും ചോദിക്കാൻ പുറപ്പെടേണ്ട ലക്ഷ്യമൊന്നുമില്ല. ഇനി മുജാഹിദ് വന്നിട്ട് വേറെ ഇപ്പൊ പകലാണല്ലോ, നിങ്ങൾ എന്താ ചെയ്യാ? അല്ല, നിർവാഹമൊന്നുമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ഒരു യഥാർത്ഥ മുജാഹിദ് ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല, ഉണ്ടാവൂല. ഒരു കാര്യമില്ല. കാരണം മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വിഷയത്തിൽ മുജാഹിദ് സമസ്തം എതിർപ്പില്ല. നിങ്ങളും ലീഗിനെ താങ്ങി ഇറക്കുന്നില്ലേ? സമസ്തം അത്ര ലീഗുണ്ട്, അതെന്നെ താമസിക്കുള്ളൂ. ലീഗിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരു ഔദ്യോഗികമായിട്ട് രാഷ്ട്രീയ പാർട്ടിയില്ല. അത് സമസ്ത എപ്പോഴും പറയണല്ലേ. എന്തിനാ വെറുതെ വേണ്ടാത്ത വിഷയങ്ങളാണ് ഇവിടെ എന്താ സംഭവിക്കുന്നവരോ? നിങ്ങൾ കണ്ടങ്ങള് ഇവിടെ സംഭവിക്കുന്നവരോ? ഒരു ഏപ്പിക്കാരന് അവരുടെ ആദർശപരമായ കാര്യം ചോദിക്കാൻ ഇല്ല. ഒരു മുജാഹിദിനെ ഇവിടെ നബിദിനാഘോഷത്തിൽ ചർച്ച വെച്ചു. എന്താ ചോദിക്കാൻ കഴിയാത്തത്? കഴിയില്ല. ആദർശപരമായി കൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ SKSനോട് ഒരു ഇവിടുത്തെ മുജാഹിദിന് കഴിയില്ല, ഒരു കാന്തൂരി ഭാഗത്തിന് കഴിയില്ല. അപ്പൊ പിന്നെ പണി എന്താ അറിയോ? ഈ പരിപാടി എങ്ങനെ കൊളാക്ക. സംവരണം, മെട്രോ, എന്താ ചെങ്ങന്മാരെ ഈ സംവരണം പഞ്ചായത്ത് രാജ് അനുസരിച്ചുകൊണ്ടാണ്, അല്ല സമസ്തന്റെ നേർപാടനുസരിച്ചുണ്ടല്ല. അത് പഞ്ചായത്ത് രാജാണ്. അത് കേരളത്തിൽ എന്താണ് ഇതൊക്കെ വയൽ പറഞ്ഞിട്ട് ഗതികേട് നമുക്ക് ഉണ്ടായല്ലോ. ഞാൻ ചോദിക്കണത് നബിദിനമായിട്ട് വല്ലതുണ്ടോ? ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ? തവസ്സുലുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ? ഹുതുബയെ കുറിച്ച് ബന്ധപ്പെട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കാഫറാന്ന് എഴുതി വെക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതുണ്ടോ? ഉണ്ടോ? ചോദിക്കുന്നു. അതൊക്കെയല്ലേ ചോദിക്കേണ്ട സുഹൃത്തെ. ഞാൻ പറഞ്ഞല്ലോ SKSന്റെ പ്രവർത്തകന്മാർ ആരും തന്നെ SKSന്റെ കൊടിയും പിടിച്ചിട്ടോ SKSന്റെ ലേബലോ ഇവിടെ ആരും മത്സരിക്കുന്നില്ല. ഉണ്ടെങ്കിലല്ലേ ഈ കാര്യം ചെയ്യണ്ടുള്ളൂ. ചെറുഷേസാന്റെ ഫോട്ടോ വെച്ചിട്ട് അടിയിൽ SKS പരപ്പനങ്ങാടി യൂണിറ്റ് കമറുൻ നിസാനെ വിജയിപ്പിക്കണം ഉണ്ടോ? പറമോനെ ഉണ്ടെങ്കിൽ പറ. ഉണ്ടെങ്കിലല്ലേ അത് സഹോദര ചോദിക്കേണ്ടതുള്ളൂ. ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഞാൻ ഒരിക്കലും ചോദിക്കാൻ വിചാരിച്ചു വന്ന ആളല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നേരത്തെ ഒരു ചങ്ങാതി വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം സംശയം ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി നിങ്ങൾ കൊടുത്തിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ അതെ സുഹൃത്തെ, ഞങ്ങൾക്ക് ചോദ്യോത്തരം നന്നായിട്ട് അറിയാം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥ അറിയും. അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ ഈ പഞ്ചായത്ത് രാജ് പറയാനോ നിയമസഭ പറയാനോ എന്നതല്ല. ഇവിടെ നമുക്കറിയാം ഇവിടെ വിഷയം ഉണ്ടായത് എന്താ? ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി. അത് തീർക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതോ അതുപോലെയുള്ള ആദർശപരമായ വിഷയങ്ങൾ ചോദിക്കാനാണ്, അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ പറയാനല്ല. ഈ ചോദിച്ച സ്ഥിതിക്ക് മാന്യമായിട്ട് പറഞ്ഞില്ലേ ആ വിഷയം ഇവിടെ അവസാനിച്ചല്ലോ. ഇനി വേണ്ട, ഇനി മറുപടി കൊടുക്കേ. എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ആ വിഷയം മനസ്സിലായിക്കണോ? ഇപ്പോ കഴിഞ്ഞു മോൻ, അത്രേ ഉള്ളൂ. ഈ വിഷയത്തിലേക്ക് അത്രേ ഉള്ളൂ. ഞാൻ എന്താ കഴിഞ്ഞു, ഇനി അവസാനിപ്പിക്കുക. അനക്ക് ആദർശമായിട്ട് ചോദിക്കണ്ടോ? നിൽക്കുക. ആദർശമായിട്ടുള്ള ചോദിക്കണ്ടോ? ചോദിക്ക. അങ്ങനെ ഒരാൾ ഒരു ഈ നല്ല സത്യവിശ്വാസിയുടെ ഒരു ഭാര്യ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ആ മത്സരിക്കുന്ന ആളെ പറ്റിയുള്ള വിധി എന്താണ്? അത് ഇസ്ലാമിൽ ആ മത്സരിക്കുന്ന ആൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആരായാലും വോട്ട്, അതിനെ പറ്റിയുള്ളത് എന്താ? എന്നോട് ഞാൻ പറഞ്ഞു ആദർശമായിട്ടുള്ള ചോദിക്കണ്ടോ? അപ്പൊ നിനക്ക് സ്ത്രീ പള്ളിഭക്ഷണത്തിൽ തർക്കില്ല, ഖുതുബയെ കുറിച്ച് തർക്കില്ല, നബിദിനാഘോഷത്തെ കുറിച്ച് തർക്കില്ല. അൽഹംദുലില്ലാ പരപ്പനങ്ങാടിയില് ഒരു മുജാഹിദിന് നബിനെ കുറിച്ച് ചോദിക്കാനില്ല, സ്ത്രീ പള്ളിഭക്ഷണത്തെ കുറിച്ച് ചോദിക്കാനില്ല, ഖുതുബയുടെ ഭാഷയെ കുറിച്ച് ചോദിക്കാനില്ല, തവസ്സുലിനെ കുറിച്ച് ചോദിക്കാനില്ല, ഇസ്തിഗാസയെ ചോദിക്കാനില്ല. അപ്പൊ പിന്നെ സംവരണം അവിടെ വാർത്തകൾ വരികയാണ്. സദസ്സോടരുത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മാന്യമായിട്ട് കഴിയുന്നുണ്ട്. അതെ, അത് മുമ്പ് പറഞ്ഞത് ചോദ്യോത്തരത്തിന് വേറെ ചോദിക്കാണ്ട് പരിധി വെക്കണം. നമ്മളെന്തറിയോ ഈ പരിധി അതെ അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞത്. പക്ഷെ എന്താ അറിയോ നമ്മൾ പരിധി വെക്കാത്തത്? പരിധി വെച്ച നാളെ വരും എന്താ പറയും, ഒരു വലി മുട്ടിയപ്പോ എന്തായി നിർത്തിയാണ്. അത് വരേണ്ട നിങ്ങൾ പറഞ്ഞ സന്തോഷമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ നാളെ അതൊക്കെ നേരെ ഇതെന്തല്ലേ എത്ര നല്ലതൊക്കെ എംപിസാൾ വിശദീകരിച്ചിട്ടും പിന്നെ അതിനെ ഇപ്പൊ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചു, എത്ര മാന്യമായിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മൾ മറുപടി എടുത്തു, അദ്ദേഹം സന്തോഷത്തോടെ കേട്ടിരുന്നു. അതല്ല രീതി. അദ്ദേഹം പറഞ്ഞോ മുജാഹിദ് അനുഭവം, നമ്മൾ എന്തേലും പറഞ്ഞു മുജാഹിദ് അനുഭവം എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞല്ലോ. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെടുത്തു. കുറ്റ്യാടിനൊരു സഹോദരൻ വന്നു, 1 ചോദിച്ചു മറുപടി കൊടുത്തു, 2 ചോദിച്ചു മറുപടി കൊടുത്തു, 3 ചോദിച്ചു മറുപടി കൊടുത്തു. അതല്ല രീതി.
വിഷയങ്ങൾ പഠിക്കാമെന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് വെറുതെ ഈ സമയം തീർക്കാൻ വേണ്ടി എത്ര നല്ലവർക്ക് ചോദിക്കേണ്ട ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. സർവാത്മന സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഒരു സംശയം, 2 സംശയങ്ങൾ ചോദിക്കാനുണ്ട്. എന്റെ ഒരു ഷറഫുദ്ദീൻ പരപ്പാടി ബീച്ചിലാണ്. മറ്റേ 2 സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അതില് ഫസ്റ്റ്, ഞാൻ ഒരു മുജാഹിദ് ആശയക്കാരനാണ്. ISM വിഭാഗം, മടവൂർ വിഭാഗം. അപ്പോൾ എനിക്ക് ഉള്ള ഒരു സംശയം 2 സംശയമുണ്ട്. അതിൽ ഒന്നാമത്തെ സംശയം, അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് ഷിർക്ക്. ഷിർക്കിനോളം വലിയൊരു പാപം വേറില്ല എന്നുള്ളതാണ് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്, മനസ്സിലാക്കിയത്. ആ കാര്യത്തിൽ നമ്മൾ മനുഷ്യന്മാര് വ്യക്തിപരമായിട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. അത് നമ്മൾ ചിലപ്പോൾ കളവ് നടത്തും, കളവ് പറയും, അതുപോലെയുള്ള ചിലപ്പോൾ വ്യഭിചാരം, അതേപോലെ മനുഷ്യന്മാരുടെ വഞ്ചന, ആ രീതിയിലുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ഈ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പൊറുക്കലിനെ തേടേണ്ടത്? അള്ളാഹുവിനോട് മാത്രമാണോ പൊറുക്കലിനെ തേടേണ്ടത്? അതല്ല അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, മറ്റുള്ള ആളുകളോട് നമ്മൾ ഈ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പൊറുക്കലിനെ തേടാൻ പറ്റുമോ? പാപങ്ങൾ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അഥവാ നമ്മൾ മനുഷ്യന്മാര് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ തെറ്റിന്റെ ആൾക്കാരാണ്. ആരും മഅസൂമികളായിട്ടൊന്നും ആരും ഇല്ല. അമ്പിയാക്കളും മലായിക്കത്തുകളും മാത്രമാണല്ലോ ഇസ്മത്തുള്ള ആൾക്കാർ. ഔലിയാക്കൾക്ക് മഹഫൂലിങ്ങളാണെന്ന് മാത്രം. അപ്പോ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് പൊറുക്കാൻ വേണ്ടി ചോദിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ? ഔലിയാക്കള്, അമ്പിയാക്കളോടൊക്കെ അത് പുറത്തു തരാൻ വേണ്ടി ചോദിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെ വ്യക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ മറുപടി, ദീനുൽ ഇസ്ലാമിന്റെ മറുപടി, സ്രഷ്ടാവ് എന്ന അർത്ഥത്തിൽ പുറത്തു തരണേ എന്ന് പറയുന്നത്, റബ്ബ് ഇലാഹ് എന്ന ആ പദവിയിൽ പുറത്തു തരണേ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. ഒരു നബിയോടും പറ്റൂല. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നബിയോടും വലിയനോടും അത് ചെയ്യൂല. ഇനി അള്ളാഹു പുറത്തു തരാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യണേ എന്ന അർത്ഥത്തിൽ സങ്കടം പറയും. എന്റെ പാപങ്ങൾ ഞാൻ അങ്ങയോട് സങ്കടം പറയുന്നു നബിയെ. ഉദാഹരണം പറയാം, മങ്കൂസ് മൗലിദാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ളത്. അതിലെന്താ പറയണത്? ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി, നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണെന്ന് എപ്പോഴും പറയാൻ തയ്യാറുള്ള ആൾക്കാരാണല്ലോ ഞാനും നിങ്ങളൊക്കെ. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു നബിയെ, ഈ കാര്യം അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയെ എന്ന് റസൂലിനോട് പറയാൻ പറ്റുമോ? അത് പറ്റും. ശഫാഅത്ത് ചോദിക്കുക എന്ന അർത്ഥത്തിൽ നബിയോട് അങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ, എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് ശഫാഅത്ത് ചെയ്യണേ എന്ന അർത്ഥത്തിൽ നബിയോട് പാപങ്ങളെക്കുറിച്ച് സങ്കടം പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയുന്നത് നല്ലതാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഹദീസ് നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ഒരു സാമ്പിളും കൂടി പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് പറയുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിലുള്ള വിഷയമാണ്, നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൂബ് ഇലല്ലാഹി വ ഇലൈക യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ അള്ളാഹുവിനോടും തൗബ ചെയ്യുന്നു, അങ്ങയോടും തൗബ ചെയ്യുന്നു. ഇത് പറ്റുമോ? ഇവിടെ ആയിഷ ബീവി റസൂലുള്ളാഹിനോടാ പറയുന്നത്. നബി പറഞ്ഞോ അത് ശിർക്കാണ്? കാരണം ഇത് പറയുന്ന ആള് ആയിഷ ബീവിയാണ്, ഇത് കേൾക്കുന്ന ആള് റസൂലുള്ളയാണ്, അവിടുത്തെ സദസ്യരായ ആളുകൾ സ്വഹാബിമാരാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം ആയിഷ ബീവി പറയുന്നത് ഏതർത്ഥത്തിലാണ്. നബി ഒരു പടച്ചമ്പുരാനാണ്, നബി ഇലാഹാണ്, നബി റബ്ബാണ്. ആ ഒരു നിലവാരത്തിലും വിധാനത്തിലുമായിട്ടാണ് ആയിഷ ബീവി ഇത് പറയുന്നത് എന്ന് ആയിഷ ബീവിയുടെ മനസ്സിലുമില്ല, കേൾക്കുന്ന റസൂലുള്ളാഹിന്റെ മനസ്സിലുമില്ല, അത് മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെ മനസ്സിലുമില്ല, അത് റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഇമാമിനും അങ്ങനെ മനസ്സിലായിട്ടില്ല, ലോകത്ത് ഒരു മുസ്ലിമിനും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് പറയുന്നവൻ ഏതർത്ഥത്തിൽ പറയുന്നു എന്നാ, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.
പറയുന്നവൻ ഏതർത്ഥത്തിൽ പറയുന്നു? ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബിന് നരകത്തിൽ ഇളവ് ലഭിക്കുമായിരുന്നില്ല. അപ്പൊ ഞാനാണ് അബൂ ത്വാലിബിന് ഇളവ് കൊടുത്തത്. എന്താ അതിനർത്ഥം? ഞാനതിന്റെ സബബാണ് എന്നാ, ഞാനതിന്റെ ഒരു കാരണമാണ് എന്നാ. അപ്പൊ കാരണം എന്ന അർത്ഥത്തിൽ നബിയെ, എന്റെ പാപങ്ങൾ അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു നബിയെ, എന്റെ പാപം ഞാൻ അങ്ങയോട് സങ്കടം പറയുന്നു നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം നബിയെ എന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ബുഖാരിയുടെ ഹദീസ് എങ്ങനെയുള്ളത്? ഫഖുൽതു, ആയിഷ ബി പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതൂബു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, വ ഇലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തൗബ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ആയിഷ ബി എന്താ ചെയ്തത്? ആയിഷ ബി മുശ്രിക്ക? നമ്മളെ ചോദ്യം അതാണ്, ആയിഷ ബി മുശ്രിക്കാണോ? ആയിഷ ബി മുശ്രിക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടല്ല? ആയിഷ ബീവി റസൂലിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാനൊരു തെറ്റ് ചെയ്തത് നബിയെ അങ്ങയോട് സങ്കടം പറയുന്നു, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, ആ അർത്ഥത്തിലാണെങ്കിൽ അത് കുഴപ്പമില്ല. അത് സ്വഹാബത്ത് അനുവർത്തിച്ചതാണ്, അത് നബി പ്രോത്സാഹിപ്പിച്ചതാണ്, അത് മുൻഗാമികളായ മുസ്ലിമീങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചതാണ്. നമ്മൾ ഇതിനെ എതിർക്കാൻ പോകുന്നു? ഈ പറഞ്ഞ രീതിയിലായി കഴിഞ്ഞാല്, അതായത് ഷിർക്ക് എന്താണ് എന്നുള്ളത് ഷിർക്കിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഉസ്താദിന്റെ മറുപടി എന്നായി. കാരണം റസൂല് അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് ഷിർക്ക് വളരെ പൊറുക്കപ്പെടാത്ത പാപമാണ്. ഉസ്താദ് അത് സംഭവിക്കുകയും ചെയ്തു. അതായത് ഷിർക്ക് പൊറുക്കപ്പെടാത്ത പാപമാണ്, മുസ്ലിം ലോകത്ത് ആരും അത് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ അതേ ഉസ്താദ് തന്നെ പറയുകയും ചെയ്ത്, റസൂലിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ, നമ്മൾ പൊറുക്കലിനെ തേടുന്നതിൽ, ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. എനിക്ക് ഈ രണ്ട് സംശയമുള്ളൂ. സംശയത്തിന്റെ യാതൊരു അവകാശവും അതിലില്ല. ഷിർക്ക് മഹാപാപമാണ്, ഇത് ഷിർക്കല്ല. ഇത് ഷിർക്കാണ് എന്നല്ല പറയുന്നത്, ഷിർക്ക് എന്ന് പറയുന്നത് മഹാപാപം. പക്ഷെ ഈ പറഞ്ഞത് എന്തല്ല, ഷിർക്കല്ല. ഷിർക്കല്ലാത്ത ഒന്നിനെ ഷിർക്കാണെന്ന് പറയുന്നതാണ് വലിയ തെറ്റ്. നമ്മുടെ മുജാഹിദുകൾക്ക് എന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരോടും പറയാം, മുജാഹിദെ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു റസൂലും ഷിർക്കല്ല എന്ന് പരിചയപ്പെടുത്തിയ കാര്യം നിങ്ങൾ ഷിർക്കാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ യുഹില്ലൂന മാ ഹറമല്ലാഹ് വ യുഹർരിമൂന മാ ഹല്ലലല്ലാഹ്. അല്ലാഹ് ഹലാലാണ്, റസൂല് ഹലാലാണെന്ന് പറഞ്ഞതിനെ മുജാഹിദ് ഹറാമാക്കുന്നു, ഷിർക്കാക്കുന്നു. അപ്പൊ ഇത് ഷിർക്കലയിലല്ല ഞാൻ ആയിഷ ബിയുടെ സംഭവം പറഞ്ഞത്. ആയിഷ ബി റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു, റസൂലേ ഞാൻ റസൂലിലേക്കും തൗബ ചെയ്തു മടങ്ങുന്നു. അത് ഷിർക്കാണോ? അത് ഷിർക്കല്ല. ഷിർക്കല്ലാത്ത ഒന്നിനെ സുഹൃത്തെ ഷിർക്കാണെന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിൽ ഷിർക്കല്ലാത്ത ഒന്നിനെ ഷിർക്കാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ പിടിക്കും. അള്ളാഹു പിടിക്കടാ, നീ എന്റെ ദീനിൽ ഷിർക്കല്ല എന്ന് ഞാൻ പഠിപ്പിച്ച, എന്റെ ഹബീബ് പഠിപ്പിച്ച, എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയ ഒരു ആശയത്തെ നീ ഷിർക്കാണെന്ന് പഠിപ്പിച്ചില്ലേ, നീ ഷിർക്കാണെന്ന് പ്രചരിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവനെ ചോദ്യം ചെയ്യും. അതിന് മാരകമായ ശിക്ഷ പടച്ചോൻ കൊടുക്കും. മുജാഹിദുകളൊന്നും പരലോകത്ത് വെറുതെ കഴിച്ചിടാമെന്ന് വിചാരിക്കണ്ട. ഷിർക്കല്ലാത്ത ഒന്നിനെ ഷിർക്കാക്കിയവരാണോ അവര്, ഹലാലിനെ ഹറാമാക്കിയവരാണ് അവര്. ഇപ്പൊ എന്നോട് ആ ലാപ്ടോപ്പ് നോക്കിയിട്ട് ഞാനൊരു ഇബാർത്ത് കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് അല്ലാഹു ഹലാലാക്കി തന്നൊരു കാര്യമാണ്. അതിനെ ഒരാൾ വന്നിട്ട് പറയാ അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കിയവൻ ഗൗരവപ്പെട്ട തെറ്റാണത്. ആ തെറ്റിൽ നിന്ന് മുജാഹിദ് പിൻവാങ്ങണം എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഷിർക്ക് മഹാപാതകാണ്, പക്ഷെ ഇത് ഷിർക്കല്ല. ഇത് ഷിർക്കല്ല, ഇത് ഷിർക്കല്ല, ഇത് ഷിർക്കുമല്ല. അതായിരുന്നു പറഞ്ഞു. അല്ല, ഞാൻ ഇതിൽ തൃപ്തനല്ല. കാരണം എന്താ വെച്ചാല് ഷിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ. ആയിഷ റളിയല്ലാഹു റസൂലിനോട് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിട്ട് എനിക്ക് അത്ര തന്നെ കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, നമ്മളൊരു വ്യക്തിനോട് ചെയ്യുന്ന എന്തെങ്കിലും പാപങ്ങൾ ആ വ്യക്തിനോട്
പൊരുത്തപ്പെടാൻ വേണ്ടി പറയുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല അതിനെ നിങ്ങൾ തൃപ്തനല്ല എന്ന് പറയാൻ കാരണം എന്താണ്? തൃപ്തനല്ല എന്ന് പറഞ്ഞാൽ ഷിർക്കിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസ് ബുഖാരിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത്തൂബ് ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ തൗബ ചെയ്യുന്നു. അപ്പൊ ആയിഷ ബി മുശ്രിക്കാണോ? ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ല അതല്ല ചോദിക്കണേ, ഹദീസിൽ ഉണ്ട്, ഞാൻ പറഞ്ഞു ഉണ്ട്, ഹദീസിലുണ്ട്. എന്നോട് ചോദിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു ഹദീസിലുണ്ട്, നിങ്ങൾ മനസ്സിലായില്ല, ഞങ്ങൾ ചോദിക്കല്ല. ഹദീസിലുണ്ട് ആയിഷ ബി അങ്ങനെ ചെയ്തു, അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ആയിഷ ബി ഷിർക്ക് ചെയ്യൂലല്ലോ? ഒരിക്കലല്ലോ. അപ്പൊ തന്നെ മനസ്സിലായത് അതിൽപ്പെട്ടതല്ല, ഷിർക്കിൽപ്പെട്ടതല്ല. ഷിർക്കിൽ ഒരിക്കലും അതിൽ പെടുന്നതല്ല എന്ന് അതുകൊണ്ട് മനസ്സിലായിക്കൂടെ? ആയിഷ റളിയല്ലാഹു ചെയ്തതുപോലല്ല, ആയിഷ റളിയല്ലാഹു റസൂലിനോട് നേരിട്ട് പൊരുത്തപ്പെടിപ്പിച്ച സംഭവം പോലെയല്ല നിങ്ങൾ ഈ പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാര് പള്ളികളിൽ നിന്നായിട്ടും ജാഥകളിലായിട്ടും മദ്രസകളിലായിട്ടും വ്യാപകമായിട്ട് ചൊല്ലുന്ന ഈ മങ്കൂസ് മൗലൂദിൽ നബിനോട് തന്നെ നേരിട്ട് പൊറുക്കലിനെ തേടുന്നത് മറ്റേ മൗലവി തന്നെ നേരത്തെ പറഞ്ഞു, ഉസ്താദ് തന്നെ നേരത്തെ പറഞ്ഞു. അതായത് നബിനോട് അത് സമ്മതിക്കും ചെയ്തു. അതായത് നബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ അത് ഷിർക്കല്ല, മറ്റേ നബിനോടല്ലാത്തവരോട് തേടുമ്പോൾ ഷിർക്കാവുള്ളൂ എന്നുള്ള ഇതിലാണ് വരുന്നത്. ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. നബിനോട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. അല്ല, നബിനോട് ചോദിക്കും മറ്റുള്ളവരെ തേടിയാൽ അതും ഷിർക്കല്ല. ഇല്ല, അത് അതിന്റെ രീതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെന്ന്. അതല്ല, നബിനോടല്ലാതെ മറ്റുള്ളവരോട് അപ്പം മൊയ്തീൻ ഷൈനോട് ഓരോടൊക്കെ പൊറുക്കലിനെ ഓരോടൊക്കെ ചെയ്യാം. പിന്നെ ഈ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ അർത്ഥപ്രകാരം അപ്പൊ നമ്മൾ എന്ത് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടാം, അതുപോലെ നബിനോടും മറ്റു ഔലിയാക്കളോടും രണ്ട് അർത്ഥപ്രകാരം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം, അതിപ്പോ രണ്ടർത്ഥപ്രകാരം വെച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അതിനല്ല വേദി, ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള വേദി വെക്കുന്നത്. നിങ്ങളെ പോലത്തെ ആളുകൾക്ക് രണ്ടും രണ്ടായി തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയിച്ചു കൊടുക്കാനാണ് നമ്മൾ വേദി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ചോദ്യത്തെ നമ്മൾ സ്വാഗതം ചെയ്തത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതല്ലേ. ഈ രണ്ടും രണ്ടാണ്. ഇപ്പൊ ഡോക്ടർ അടുത്ത് പോയിട്ട് ഡോക്ടറെ രോഗം ശിഫയാക്കുന്നു പറയുന്നുണ്ട്, അള്ളാഹിനോട് രോഗം ശിഫയാക്കുന്നുണ്ട്. രണ്ടുപേരും അർത്ഥത്തിനാ? എന്താ നിങ്ങളെ അഭിപ്രായം? ചോദിക്കല്ലോ, നിങ്ങളെ അഭിപ്രായം പറഞ്ഞത്. രണ്ടും രണ്ടർത്ഥത്തിലാണ്. അതെ, അതന്നെയാണ് ഈ വിഷയത്തിലുള്ളത്. മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കുന്നതും ജീവിച്ചിരിക്കുന്ന ഒരാളോട്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പൊ സഹോദരൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഷിർക്കിന്റെ മാനദണ്ഡം മരിക്കലും ജീവിക്കലുമാണോ? എനിക്ക് ഞാൻ പറഞ്ഞില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അല്ല ഉസ്താദ്, ആദ്യം ഒരു കാര്യം മനസ്സിലാവും, നമ്മളോട് ചോദിക്കാൻ പാടില്ല. ഇല്ലല്ല, അല്ല ചോദ്യം, അത് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. അതായത് നിങ്ങളാണ് ചോദ്യം സദസ്സുണ്ടാക്കിയത്. നമ്മൾ ഞങ്ങള് പിന്നെ ചോദിക്കണെന്തിനറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഉത്തരം പറയാന്നുള്ളത്. അതായത് നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മള് ഇതേപോലെ സദസ്സ് നമുക്കില്ല. അല്ല, ഞങ്ങൾ ഒരു മിനിറ്റ്, ഒന്നാം ക്ലാസ്സിൽ കുട്ടികളോട് ഇരുത്തിയാലേ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നത്, കുട്ടികൾ വലിയ വിവരം ഉണ്ടായിട്ടല്ല, കുട്ടികളെ ഈ ആകാശം പഠിച്ചതാരാ? അപ്പൊ കുട്ടി പറയാ ഞങ്ങൾ ഒന്നും അറിയാതെ ഒന്നാം ക്ലാസ് വന്നിട്ട് ഞങ്ങളോ ചോദിക്കുക. അത് ചോദ്യം ചോദിച്ച് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്, നിങ്ങൾ അടങ്ങാറാക്കാനല്ല. അത് ഏത് കുട്ടിക്കാരില്ലേ, കുട്ടിയോട് ചോദിക്കും ആരാ നമുക്ക് ഭക്ഷണം നൽകുന്നത്? അപ്പൊ കുട്ടി ഞങ്ങളിതൊക്കെ പഠിക്കാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക. അത് ചോദിക്കലല്ല, ഒരു ചോദ്യം പറഞ്ഞു കൊടുത്ത് ഉത്തരം മനസ്സിലാക്കി കൊടുക്കലാണ്. ഇപ്പൊ നിങ്ങളെന്നെ പറഞ്ഞു, ഡോക്ടറോട് ചോദിക്കുന്നതും അള്ളാഹിനോട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. അതന്നെ ഞങ്ങളും പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കളോട്, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളോട്, അവരോട് പൊറുക്കലിനെ ചോദിക്കുന്നതും അള്ളാഹുവിനോട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു മരിച്ചോര് ഷിർക്കിൽ മരിക്കുക ജീവിക്കുന്ന മാനദണ്ഡമില്ല. അതങ്ങൾ അറിയ തെറ്റിദ്ധരിച്ചാണ് കുറ്റം പറഞ്ഞിട്ടില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കലും മരിക്കുന്നുണ്ടെന്നുള്ള വ്യത്യാസമല്ല. ഷിർക്കാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ഷിർക്കാണ്, മരിച്ചാലും ഷിർക്കാണ്. ഷിർക്ക് അല്ലാത്തൊരു കാര്യം ജീവിച്ചാലും ഷിർക്കല്ല, മരിച്ചാലും ഷിർക്കല്ല. മരണമല്ല ഷിർക്കിന്റെ മാനദണ്ഡം. നിങ്ങളതൊന്നും അറിയാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പറഞ്ഞല്ലേ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ കബറിനെ പോയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലേ? നബിയോട് പറഞ്ഞിട്ടില്ലേ, നബിയേ ജിഇതുക യാ റസൂലുള്ളാഹ്, മുത്തനബിയേ അങ്ങയുടെ കബറിലേക്ക് ഞാനിതാ വന്നിരിക്കുന്നു, മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, മുസ്തശ്ഫിഅൻ ബിക യാ റസൂലുള്ളാഹ്. ഹാഫിദ് ഇബ്നു കസീർ സർവ്വ മുജാഹിദും അംഗീകരിക്കുന്ന കിതാബാ. ഹാഫിദ് ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, നബിയെ അങ്ങയെ കൊണ്ട് ശഫാഅത്ത് ചെയ്യാൻ, അതാണ് ബഹുമാനത്തെ എംപി പറഞ്ഞത്. ആ അർത്ഥത്തിൽ ചോദിച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ചുകൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ സ്വന്തം നിരക്ക് അള്ളാഹുവിനെ പോലെ ചിട്ടാവാണ് നിരക്ക് അവരും പുറത്ത് നിരക്ക് ചോദിച്ചാൽ ചോദിക്കൊന്നും വേണ്ട സഹോദര. അങ്ങനെ വിശ്വസിച്ചാൽ അതോട് ഇസ്ലാമെന്ന് പുറത്തായി. ഇതാ സുന്നികൾ ചോദിക്കൊന്നും വേണ്ട. അള്ളാഹുവിനെ പോലെ സൃഷ്ടാവാണ്, അല്ലെങ്കിൽ അള്ളാഹിനെ പോലെ ഖാലിക്കാണ്, റബ്ബാണ്, മാലിക്കാണ് എന്ന് കരുതിക്കൊണ്ട്
ഒരാൾ ചോദിക്കൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ മൈക്കിനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചാൽ മതി, ഞാൻ മൈക്ക് 2 കൊടുത്താലും ഞാൻ മുശ്രിക്കന്നെ. വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്, അല്ല പ്രവർത്തനമല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണയാണ്. ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത് സഹീഹുൽ ബുഖാരി ഹദീസാണ്. നിങ്ങൾ പറഞ്ഞത് ആ ഹദീസ് നിങ്ങൾക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നു. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഹദീസുണ്ട്. അത്തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. മുജാഹിദ് പറയുന്ന പ്രകാരം സമ്മതിക്കുകയാണെങ്കിൽ അത്തൂബ് ആണ് അല്ലേ? അത്തൂബിനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? ആയിഷ ബിവി ഇസ്ലാം എന്ന് പുറത്തുപോയ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? അപ്പൊ അത് ശരിയല്ല എന്ന് പറയണത്. അപ്പൊ ഷിർക്ക് ഗൗരവമുള്ളതാണ്, പക്ഷേ ഇത് ഷിർക്കിന്റെ ഇനത്തിൽ പെട്ടതല്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യത്തില് ആയിഷ ബീവിയുടെ ആ സംഭവത്തെ കുറിച്ച് സാധാരണ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിച്ചൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ തലയിലും കയറി കൂടിയിട്ടുണ്ട്. അതായത് ആയിഷ ബീവി റസൂലുള്ളാഹിനെ എന്തോ കാട്ടി അപ്പൊ പുറത്തേരനെന്ന് പറഞ്ഞതാണ്. നബിനെ ഒന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യക്തിപരമായിട്ടൊന്നും നോവിക്കുക പോലും ചെയ്തിട്ടില്ല ആയിഷ ബീവി ആ സംഭവത്തിൽ. എവിടെ നിങ്ങൾക്ക് ആശയം കിട്ടിയത്? നബിയെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുക, ഒരു ഭാര്യ എന്ന നിലക്ക് നബിയെ എന്തെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയോ ആയിഷ ബീവി ചെയ്തിട്ടില്ല ആ സംഭവത്തിൽ. ആയിഷ ബീവി നബിയെ വ്യക്തിപര പേഴ്സണലായിട്ട് ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. മതപരമായ ഒരു വിഷയത്തിൽ ഒരു പാളിച്ച പറ്റിയതാണ്. അതെന്താണ്? ഈ ചിത്രപ്പണിയുള്ള ഒരു ഇത് തൂക്കി എന്നുള്ളത് മനസ്സിലായോ? അല്ലാതെ റസൂലുള്ളാഹിനെ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോ ഒരാളെ ആക്രമിച്ചു, നമ്മൾ ചെന്നിട്ട് പറയും പുറത്തു തരണേ എന്ന് പറയും. അതേമാതിരി എനിക്ക് പുറത്തു തരണേ എന്ന് റസൂലുള്ളാഹിനോട് ആയിഷ ബീവി പറഞ്ഞു എന്നല്ല, അങ്ങനെയല്ല ഹദീസിലുള്ളത്. പക്ഷെ അങ്ങനെ ഏതെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് മുജാഹിദുകൾ. അത് കേട്ടും വിശ്വസിച്ചു അന്ധമായി അങ്ങോട്ട് വിശ്വസിച്ചു പോയ കുറെ മുജാഹിദിന്റെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൻ പുറത്തു കൂടിയൊക്കെ ഉണ്ട്, കടപ്പുറത്തും മലയോര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇത് വിചാരിച്ച് നടക്കുക. ആയിഷ ബീവി അങ്ങനൊരു വ്യക്തിപരമായി എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് വിഷമം പറ്റുന്ന ഒരു പ്രവർത്തനം പോലും, ഒരു പ്രവൃത്തി കൊണ്ടുപോലും നബിയെ നോവിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. എന്ത്? ആയിഷ ബീവി നബിയെ എന്തോ വിഷമിപ്പിച്ചപ്പോ പുറത്തു തരുന്നെന്ന് പറഞ്ഞതാണ്. അല്ല, മനസ്സിലായില്ലേ? അങ്ങനെയല്ല സുഹൃത്തെ. എന്നിട്ട് പോലും ആയിഷ ബീവി പറയാണ്, നബിയെ ഞാൻ അങ്ങയോട് തൗബ ചെയ്ത് മടങ്ങുന്നു, നബിയെ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നു. ഇത് രണ്ട് അർത്ഥത്തിലാ. ഒന്ന് ഖൽഖുൽ മഗ്ഫിറ എന്ന് വെച്ചാൽ ആത്യന്തികമായി പാപമോചനത്തെ സംവിധാനിക്കുക. ആ അർത്ഥത്തിലാണ് റബ്ബിലേക്കുള്ള മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അതിന് നിമിത്തമാവുക, അതിന് ശുപാർശകനാവുക എന്ന അർത്ഥത്തിലാണ് റസൂലിനോട് ബന്ധപ്പെടുന്നവർ പറയുന്നത്. ഇത് രണ്ട് അർത്ഥത്തിലാകുമ്പോഴാണ് തൗഹീദ് പൂർണ്ണാകുക. ഇങ്ങനെ രണ്ട് അർത്ഥത്തിലായി കാണണം, അപ്പോഴേ തൗഹീദ് പൂർണ്ണ. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും രണ്ട് വിധാനത്തിൽ കാണുമ്പോഴാണ് ഒരു മനുഷ്യന്റെ തൗഹീദ് പൂർണ്ണാകുക. മുജാഹിദുകളുടെ തൗഹീദ് പൂർണ്ണമല്ലല്ലോ, അപൂർണമായ തൗഹീദുമായിട്ടാണല്ലോ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം തന്നെ അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഉസ്താദിന്റെ സംസാരത്തിന് ശേഷം മൈക്കെടുത്തത്. ശ്രദ്ധിക്കണം, ഏകദേശം സമയം നമുക്ക് അനുവദിച്ച സമയത്തേക്ക് കടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല, അങ്ങനെ തീരാൻ വേണ്ടിയില്ല, ഏകദേശം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഏകദേശം ആയിട്ടുണ്ട്. ഒരു സുഹൃത്തു കൂടി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ പിരിയാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഏകദേശം സമയം ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ചോദിക്കാൻ വരുന്ന ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം എന്ന അർത്ഥത്തിലാണ്. ഇൻഷാ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഒരാൾ മരിക്കുന്നതിടയിൽ മൊയ്തീൻ ഷേഖിനെ വിളിച്ച് മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകുന്നു. വളരെ ലളിതമായ മറുപടിയാണുള്ളത്. ഒരാളിപ്പോ മരിക്കുമ്പോ, ഒരാളിപ്പോ എവിടുന്ന് വീഴാണ്? തെങ്ങുമെന്ന് വീഴാണ്. തെങ്ങുമെന്ന് വീണ സമയത്തിന്റെ മാന്ന് പറഞ്ഞ് വിളിച്ച് മരിച്ച അയാൾ സ്വർഗത്ത് പോകുമോ? അയാളെ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അയാള് അണുമണി തൂക്കം ഈമാനുണ്ടെങ്കിൽ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ഷെയ്ഖേന്ന് വിളിച്ചു, അതിന്റെ മാന്ന് വിളിച്ചു, അയാൾ മുസ്ലിമാണോ? അയാളെ കൽബിൽ ഈമാനുണ്ടോ? എന്നാൽ അയാൾ സ്വർഗത്ത് പോകും. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. സ്വർഗത്തിൽ അയാൾ പോകും. വളരെ ലളിതമായ സിമ്പിളായ മറുപടിയാണ്.
ഉണ്ടോ? ചോദിക്കണ്ടോ? ഏതായാലും അൽഹംദുലില്ലാ വളരെ ഭംഗിയായി. അത് പോകരുതല്ലേ, ഒരു 5 മിനിറ്റ് കൂടി. നമ്മൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സുഖില്ല കിടക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാരിൽ പലരും രോഗികളാണ്. നമുക്കൊക്കെ വേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരാ. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് പിരിയാം. അതിന് ആരും പിരിയരുത്, എല്ലാവരുടെ ഇരിക്കണം. ഏതായാലും അൽഹംദുലില്ലാ പരപ്പനങ്ങാടിയിൽ ഒരു ചരിത്രം കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആദർശ വിശുദ്ധിയുടെ 90 വർഷം. അൽഹംദുലില്ലാ ഇത് പറയാൻ കഴിയുന്ന, ഇത് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുക. നമ്മൾ ചോദിച്ചല്ലോ സമസ്ത തിരുത്തി എന്തെങ്കിലും ഒന്ന് പറയാൻ, ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എല്ലാ ഐറ്റംസും വന്നല്ലോ, അതിന് വലിയ ഭാഗ്യമായി. എല്ലാവരും വന്ന് ചോദിച്ചു, പറയായിരുന്നല്ലോ, എന്തൊക്കെ ചോദിക്കായിരുന്നു. അൽഹംദുലില്ലാ ആരും ചോദിച്ചിട്ടില്ല. ഇനി നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ തന്നെ നിർത്താൻ, എനിക്ക് അടുത്ത ട്രെയിന് പോകാനുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ സ്ഥിതിക്ക് നിർത്തുകയാണ്. ബഹുമാന പ്രസ്താവന നിർത്തി ദ്വാ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് അറിയിക്കും. നമ്മുടെ പരീസാന മോന് ചെറിയൊരു അസുഖത്തിലാണ്, ചെറിയൊരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ, ഒന്ന് വീണതിന്റെ പേരിൽ അല്ലാഹു തആല പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ആരോഗ്യം നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. എല്ലാ രോഗം ഒന്ന് ശിഫയാക്കണേ റഹ്മാൻ. ചോദിക്കളോ? അല്ലല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നബിദിനാഘോഷത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞു, ഒരാൾക്കൂടി ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ എല്ലാ മുജാഹിദിന്റെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഓരോ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ കത്തുകൊടുത്തു. പക്ഷെ ഒരാളും ഇവിടെ ആ വിഷയത്തിൽ ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ നബിദിനാഘോഷ വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തിന് പറയുന്ന ആദർശമാണ് ശരിയെന്ന് പരപ്പനങ്ങാടിലെ മണ്ണ് സമ്മതിച്ചിരിക്കുന്നു, ഇവിടെ സമുദായം സമ്മതിച്ചിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജിന്നൂരിക്കോ മടവൂരിക്കോ ഒരു മുജാഹിദിനും സാധിച്ചില്ല എന്നും അൽഹംദുലില്ലാ ബോധ്യപ്പെട്ടു. അതോടുകൂടെ പിന്നെ വന്നത് ആരാ? മുടിക്കമ്പനി വന്നു. എന്നാ വന്ന സ്ഥിതിക്ക് ആ മേലൊന്ന് ചോദിക്കായിരുന്നല്ലോ, ചോദിച്ചില്ല. മുടി ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ല. അൽഹംദുലില്ലാ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ആരുടെയും വലിപ്പത്തരം കൊണ്ടല്ല, അങ്ങനൊന്നും ആരും മനസ്സിലാക്കരുത്. മറുപടി പറഞ്ഞ സാധുക്കളെ ഞങ്ങളൊന്നല്ല. ഇതിന്റെ വലിപ്പത്തിൽ എവിടെ അറിയോ? ഇതിന് അസ്ഥിവാരമിട്ടത് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ്. ആ മഹാനകയിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ഈ ആദർശത്തിന് യാതൊരു മാറ്റമുണ്ടാകില്ല. ഒരുത്തന്റെ മുന്നിലും പതറേണ്ടി വരില്ല, ഒരുത്തന്റെ മുന്നിൽ ചിതറേണ്ടി വരില്ല, അന്തസ്സോടെ പറയേണ്ടി വരും. വേറെ ചില ആൾക്കാർക്ക് ചോദ്യം ചോദിക്കുമ്പോൾ, സ്വപ്നം ചോദിക്കുമ്പോൾ, അങ്ങനെ സ്വപ്നമുണ്ടോ ഞാൻ അറിയില്ല എന്നൊക്കെ പറയേണ്ടി വരും. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഗതികേട് കാരണം അങ്ങനെ അന്ധമായി സ്വപ്നം കാണുന്ന ഹയവാനുൽ മനാമൊന്നും ഞങ്ങളെ കൂട്ടത്തിലില്ല. അതും ഞങ്ങളുടെ പ്രത്യേകത തന്നെയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഈ ക്ലാസ് റൂമിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് പരപ്പനങ്ങാടിൽ തടിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ സംഭവം വീക്ഷിച്ചിരിക്കുന്നത്, കണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ബോധ്യപ്പെടാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. അന്തസ്സുള്ള, അഭിമാനമുള്ള, ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ നിലനിർത്തി തരണേ റഹ്മാനെ, നിലനിർത്തി തരണേ റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടി, നമ്മുടെ ആലിമീങ്ങൾക്ക് വേണ്ടി, സാദാത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തകന്മാർ പലരും രോഗികളാണ്, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അതോടൊപ്പം സമ്മേളനത്തിന്റെ കാര്യം പറയുന്നു. എല്ലാവരും നേരത്തെ എത്തണം. 13-ാം തീയതി തന്നെ പോരാൻ ശ്രമിച്ചോളൂ കേട്ടോ. 13-ാം തീയതി തന്നെ പോരാൻ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് മുന്നിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 13-ാം തീയതി തന്നെ പോരാൻ ശ്രമിച്ചോളൂ. അതാണ് വളരെ നല്ലത്. ആ നഗരയൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൂരത്ത് സ്ക്രീനൊക്കെ കാണാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത്രയും അധികം ആളുകൾ ഇപ്പോൾ തന്നെ, അതല്ല സമ്മേളനം, പൊതുസമ്മേളനത്തിന് ക്യാമ്പിന് വരുന്നതിന് മുന്നേ പോകുന്നൂടി. പൊതുസമ്മേളനത്തിന് പോരാൻ തീരുമാനിച്ചവർ 14 വണ്ടി പുറപ്പെട്ട വൈക്കുന്നുണ്ട് പോരേണ്ടി വരും. നേരത്തെ പോകുന്നത് ഇത് സമസ്തന്റെ സമ്മേളനം. ഇത് സ്ക്വയർ ഫീറ്റ് അളന്ന് ഇരുത്തുന്ന സമ്മേളനം അല്ല, ഇത് സമസ്തന്റെ സമ്മേളനം. കേരളം കണ്ട ഏറ്റവും വലിയ സമ്മേളനമാണ്. ഇൻഷാ അല്ലാഹ് തെക്കൻ കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ആലപ്പുഴ നടക്കാൻ പോകുന്നത്. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ വിജയത്തിന് വേണ്ടിയിലേക്ക് നമ്മൾ പങ്കെടുക്കുക. ഇനി വേറൊന്നൊരു കാര്യം പറയാം. ഇനി ഇവിടെ ആരെങ്കിലും മുഖാമുഖം വെച്ചാൽ അതിന് മറുപടിക്കും നമ്മൾ ഇനി ഇല്ലട്ടോ. കാരണം ഇതിന്റെ പിന്നാലെ നടക്കില്ല. നമ്മളൊരു കാര്യം പറയാം. ഇത് ചോദിക്കാൻ ഏതായാലും മുജാഹിദിന്റെ സുഹൃത്തുക്കൾക്കാർക്കും കഴിഞ്ഞില്ല, മുജാഹിദ് പണ്ഡിതന്മാരും കഴിഞ്ഞില്ല. ഇനി ഒരു പക്ഷെ നാളെ പറയുന്നത് പരസ്യം അതുകൊണ്ടാണ്. എങ്കിൽ ഒരു കാര്യം ഞങ്ങൾ പറയാം. ഏത് വിഷയമായി സുന്നികളും അസുന്നികളും തർക്കത്തിരിക്കുന്ന ഏത് വിഷയത്തിൽ എവിടെ വെച്ചും എപ്പോഴും ഒരു സംവാദത്തിന് ഇൻഷാ അല്ലാഹ് SKSSF ഒരുക്കമാണ്. 1000 വട്ടം ഒരുക്കമാണ്.
ഇനി മുടിക്കമ്പനിയാണെങ്കിൽ അവരോടും. പക്ഷെ ഒരു ഡിമാൻഡ് ആദ്യം തന്നെ പറയാം. മർക്കസിലുള്ള കേശങ്ങൾ, കാന്തപുരം സൂക്ഷിക്കുന്ന കേശങ്ങൾ റസൂലുള്ളാഹിന്റേതാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അവരോട് ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. ആ വിഷയത്തിൽ പറയണല്ലോ, പറഞ്ഞിട്ടില്ലേ പറയില്ല. ഇപ്പൊ സുന്നി അസുന്നി എന്ന് പറഞ്ഞ് കേസിലാകുന്നുണ്ട്. ഞങ്ങൾ ചെറുപ്പക്കാരുടെ കൂട്ടേണ്ടി വരും. വേറെ കാര്യം ഇനി അത് പറഞ്ഞില്ല എന്ന് പറയണ്ടാച്ചിട്ടാണ് പറയുന്നത്. ആ വിഷയമാവട്ടെ, നേലാവട്ടെ, മൊയ്സത്താവട്ടെ, ഈച്ച ഇരിക്കലാവട്ടെ, ഈച്ച പാറലാവട്ടെ, മുടി വീഴലാവട്ടെ, ഇടലാവട്ടെ, ഏതാണെങ്കിലും ശരി ആ വിഷയത്തിലും ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.